Good evening, dear students. Welcome to another important session of KEAM 960 out of 960. നമ്മൾ physics ന്റെ important chapters ആയിട്ടുള്ള rotational dynamics, work energy power അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. നമ്മൾ നേരത്തെ അനാലിസിസിൽ പറഞ്ഞതുപോലെ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണ്, ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത അതൊന്ന് മനസ്സിലാക്കി വെച്ചോണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഉദ്ദേശം കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് കവർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്കറിയാം കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാണും. അപ്പോൾ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പിന്നീട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ നമ്മളെ ക്ലാസ് നോട്ടിൻ്റെ PDF ഫയൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ കീമിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അതിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് സമയം കളയേണ്ട, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First question, a body of mass of 6 kg under a force which causes displacement, it is given by S is equal to t square by 4 meter. What is the time the work done by the force in 2 seconds is? Here we have displacement as a function of time. We have to find the work done by the force in 2 seconds. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. നമ്മൾ വർക്ക് ഡണിന്റെ ഒക്കെ ഇക്വേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വലിയ ഇക്വേഷനിലേക്ക് ഒന്നും ഇവിടെ പോകേണ്ട. W ഇന്റഗ്രൽ F.ds എന്ന് പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് സൊല്യൂഷനിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാം. V = എങ്ങനെയാ ds/dt. ds/dt 1/4 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ d/dt ഓഫ് t സ്ക്വയർ. ടി സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ നമുക്ക് ഫെമിലിയർ ആണ്, അത് 2 × t വരും. അപ്പൊ 2/4 1/2 വരും, 1/2 × t. അപ്പൊ വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടി, അത് മീറ്റർ പെർ സെക്കൻഡിലാണ്. ഇനി വർക്ക് ഡൺ കാണാൻ വേണ്ടി നിങ്ങൾ ആൻസർ പെട്ടെന്ന് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ വർക്ക് ഡൺ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? വർക്ക് ഡൺ W = ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി യൂസ് ചെയ്താൽ മതി. കാരണം നമുക്ക് ഇന്റഗ്രേഷനിലേക്കൊന്നും പോകേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ബോഡി മൂവ്സ് അണ്ടർ ദി ആക്ഷൻ ഓഫ് എ ഫോഴ്സ്. ഇവിടെ T0 വെലോസിറ്റി 0 ആണ്. അപ്പോൾ ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0 ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0. സിമ്പിളാ. ഇനി m/2 × വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ V² എടുക്കുമ്പോൾ T²/4 വരും. ശരിയല്ലേ? ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. മാസ് 6 kg ആണ്. 6/2 × ടൈം 2 സെക്കൻഡ്. അപ്പൊ ടിക്ക് എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. അപ്പൊ 2² നമുക്ക് 4 വരും. അപ്പൊ 4/4 വരും. അപ്പോൾ 4/6/2 3 ജൂൾ. അപ്പൊ ആൻസർ ഓപ്ഷൻ 2 വരും. സോറി, നമുക്ക് 3 ജൂൾ അല്ലേ? അപ്പൊ ആൻസർ ഓപ്ഷൻ 4 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വർക്ക് എനർജി തിയറം യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ വെലോസിറ്റി നമ്മൾ ഡിഫറൻഷിയേറ്റ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. T² ഡിഫറൻഷ്യൽ 2t ആണ്. അപ്പോൾ വെലോസിറ്റി T/2 എന്നൊക്കെ ഡയറക്റ്റ് എഴുതി പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് 1/2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വർക്ക് എനർജി തിയറുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കാം. അടുത്ത സിമ്പിൾ ആണ്. ലോങ് സ്പ്രിംഗ് ഈസ് സ്ട്രെച്ച്ഡ് ബൈ 2 cm. Its potential energy is U. If the spring is stretched by 10 cm, the potential energy stored in it is. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് അല്ലേ? പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിങ്ങിന്റെ ഇക്വേഷൻ നമുക്കറിയാം. U = ½ kx². ഇവിടെ എന്താ വ്യത്യാസം? K കോൺസ്റ്റന്റ് ആണ്, U പ്രൊപ്പോർഷണൽ ടു x². അപ്പോൾ U പ്രൊപ്പോർഷണൽ ടു x² ആണെങ്കിൽ U2/U1 ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് x2 x1 പൊട്ടൻഷ്യൽ എനർജി U2/U1 ആണെങ്കിൽ സിമ്പിൾ അല്ല, U2/U1 = x2/x1² എന്ന് കിട്ടും. ഇവിടെ നോക്കിയാൽ ആദ്യം സ്പ്രിംഗ് ഈസ് സ്ട്രെച്ച്ഡ് ബൈ 2 cm. അപ്പം x1 നമുക്ക് 2 എന്ന് എടുക്കാം. x2 എത്രയാ? 10 cm. അപ്പോൾ x2 നമ്മൾ 10 കൊടുക്കുക, x1 2 കൊടുക്കുക. അപ്പൊ 10/2² വരും. അപ്പൊ 10/2² എത്രയാ? 5² 25 അല്ലേ? അപ്പോൾ U' = U2 പകരം നമ്മൾ U2 തന്നെ എഴുതാം. U1 പകരമാണ് U. അപ്പൊ 25U വരും. ഇത് എഴുതിയൊന്നും ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല അല്ലേ? കാരണം എന്തുവാ, നമുക്ക് പെട്ടെന്ന് പൊട്ടൻഷ്യൽ എനർജി പ്രൊപ്പോർഷണൽ ടു x² ആണ്. ആദ്യം പൊട്ടൻഷ്യൽ എനർജി കാണുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഓർ ഇലോങ്ങേഷൻ 2 ആണ്, രണ്ടാമത് 10 ആണ്. അപ്പോൾ 10/2 5 ടൈംസ് ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ സ്ക്വയർ ടൈംസ് എന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എനർജി വർക്ക് ഡൺ അസോസിയേറ്റഡ് വിത്ത് സ്പ്രിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത വളരെ സിമ്പിൾ ആണ്.
നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യുക. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിംഗ് വിത്ത് എ വെലോസിറ്റി v makes an elastic collision with another particle of the same mass which is initially at rest. The velocity of the first particle after collision is. നമുക്ക് ആൻസർ നിങ്ങൾ ചെയ്തെന്ന് വിചാരിക്കുന്നു. ചിലരൊക്കെ അവിടെ കമന്റ് ചെയ്യുന്നുണ്ട്, ചിലരൊക്കെ ശരിയായ രീതിയിൽ ആൻസർ ചെയ്യുന്നുണ്ട്. കൊള്ളാം. അപ്പോൾ നമുക്കൊരു പാർട്ടിക്കിൾ ഓഫ് മാസ് m which is moving with a velocity v, another particle of same mass which is in a state of rest. They are making perfectly elastic collision. വെറുതെ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. നമുക്കറിയാം പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ലീനിയർ മൊമെന്റം കൺസിഡർഡ് ആണ്, കൈനറ്റിക് എനർജി കൺസിഡർഡ് ആണ്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ എടുത്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ പ്രത്യേകത എന്തുവാ, 2 identical masses are in perfectly elastic collision in one dimension. Then after collision their velocities get interchanged. അവിടെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് മാസിന്റെ ഇനിഷ്യൽ വെലോസിറ്റി v അത് സെക്കൻഡ് മാസിന് കിട്ടും. സെക്കൻഡ് മാസിന്റെ ഇനിഷ്യൽ വെലോസിറ്റി ആഫ്റ്റർ കൊളിഷൻ ഫസ്റ്റ് മാസിന് കിട്ടും. അപ്പൊ നോക്കിയേ, സെക്കൻഡ് മാസിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0, അത് ഫസ്റ്റ് മാസിന് കിട്ടും 0 ആണ്. സെക്കൻഡ് മാസിന്റെ ഫൈനൽ വെലോസിറ്റി v ആണ്. വെലോസിറ്റി ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ ആഫ്റ്റർ കൊളിഷൻ ആണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല, ഡയറക്റ്റ് നമുക്ക് ആൻസർ എഴുതാം. ആൻസർ ഓപ്ഷൻ 0 ആണ്, 4 ആണ്, 0 വരും. അപ്പൊ നമുക്ക് ഇത്രേ ഉള്ളൂ. ഇൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ, പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളീഷൻ ആയിരിക്കണം, മാസുകൾ ഐഡന്റിക്കൽ ആയിരിക്കണം. അപ്പോൾ വെലോസിറ്റീസ് ഇന്റർചേഞ്ച് ചെയ്യുക, പ്രിൻസിപ്പിൾ ഓർത്തിരിക്കുക. The rod of mass m and length l is made to stand at an angle 60 degree with the vertical. The potential of the rod in this position is. നമ്മളൊരു മാസ് m, അതിന്റെ ലെങ്ത് l, പൊട്ടൻഷ്യൽ mg l എന്ന് എഴുതാൻ പറ്റുമോ? നമ്മൾ പെട്ടെന്ന് തെറ്റിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു പോയിന്റ് മാസിന്റെ പൊട്ടൻഷ്യൽ ഹൈറ്റ് അല്ല mg അല്ല, ഇവിടെ അത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുവാ, നമ്മളൊരു റിജിഡ് ബോഡി തന്നാൽ അതിന്റെ പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ ആണ്. ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ പോയിന്റ് മാസ് അറ്റ് ദി സെന്റർ ഓഫ് മാസ്. നമ്മൾ ലിക്വിഡ് ആണെങ്കിലും, ലിക്വിഡ് റെസ്റ്റിലിരിക്കുന്ന സമയത്താണെങ്കിലും, റിജിഡ് ബോഡി ആണെങ്കിലും ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ പോയിന്റ് മാസ് അറ്റ് ദി സെന്റർ ഓഫ് മാസ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊരു റോഡ് ഉണ്ട്, അതിന്റെ ലെങ്ത് അല്ല, അത് വെർട്ടിക്കലോ ആയിട്ട് 60 ഡിഗ്രിയിലാണ്. അപ്പോൾ ഹൊറിസോണ്ടലോ ആയിട്ട് 30 ഡിഗ്രി, അല്ലെങ്കിൽ ഈ ആംഗിൾ 60 ഡിഗ്രി വരും. ഇനി സെന്റർ ഓഫ് മാസ് നമുക്കറിയാം യൂണിഫോം റോഡ് ആകുമ്പോൾ അതിന്റെ സെന്ററില്ല. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് l/2 ആണ്. അപ്പോൾ നമുക്ക് സെന്റർ ഓഫ് മാസിലേക്കുള്ള ഹൈറ്റ് h എന്ന് എടുത്താൽ പൊട്ടൻഷ്യൽ എനർജി u = mgh ആണ് ഇക്വേഷൻ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെങ്ത് എല്ലാണെങ്കിൽ ഇവിടുന്ന് ഈ ലെങ്ത് എന്ന് പറയുന്നത് അല്ല, സെൻട്രോ മാസിലേക്കുള്ള ലെങ്ത് l/2 ആണ്. ടോട്ടൽ ലെങ്ത് എല്ലാണ്. അപ്പൊ സെൻട്രോ മാസിലേക്കുള്ള ലെങ്ത് l/2. അപ്പൊ നമുക്കറിയാം ഈ ആംഗിൾ 60 ആണെങ്കിൽ ഈ ഹൈറ്റ് l/2 cos 60 അല്ലേ. അപ്പോൾ സിമ്പിൾ ആണ്, h-ന് പകരം എന്ത് കൊടുക്കണം? l/2 × cos 60 കൊടുക്കണം. cos 60 1/2 ആണല്ലോ. അപ്പോൾ mg l/4 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ആൻസർ ഓപ്ഷൻ 5 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ mg l എന്ന് എഴുതി വെക്കരുത്, mg l/2 എന്ന് എഴുതി വെക്കരുത്. സെൻട്രോമാസിലേക്കുള്ള വെർട്ടിക്കൽ ഹൈറ്റ് എടുത്തിട്ടാണ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. സിമ്പിൾ അല്ലേ? The body is pushed on a horizontal frictionless table toe with a constant speed v. It is brought momentarily at rest by compressing spring or spring constant k in its path. The maximum distance d by which spring is compressed is. Simple ആണ്. ഒരു മാസ് വെറുതെ ഒരു v വെലോസിറ്റിയിൽ വരുന്നു, ആ മാസ് ഉപയോഗിച്ച് ഒരു സ്പ്രിങ്ങിനെ കംപ്രസ്. സിറ്റുവേഷൻ ഇതാണ്. സ്പ്രിങ്, അതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് k, അതിന്റെ ഇനിഷ്യൽ ഇലോങ്ങേഷൻ ഓർ കംപ്രഷൻ 0. ഒരു മാസ് വന്ന് v വെലോസിറ്റിയിൽ ഹിറ്റ് ചെയ്യുന്നു, നമുക്കറിയാം സ്പ്രിങ് കംപ്രസ്ഡ് ആവും. അപ്പൊ സ്പ്രിങ്ങിന്റെ മാക്സിമം കംപ്രഷൻ വരുന്ന സമയത്ത് പ്രത്യേകത എന്തുവാ? കൈനറ്റിക് എനർജി ഓഫ് ദി മാസ് 0 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഫ്രിക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ഇനിഷ്യൽ കൈനറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദി സ്പ്രിങ് ഈസ് കൺവേർട്ടഡ് ഇൻടു മാക്സിമം പൊട്ടൻഷ്യൽ ഓഫ് ദി സ്പ്രിങ്. അത്രയുള്ള സിമ്പിളാ. അപ്പൊ കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ഇനിഷ്യൽ കൈനറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദി സ്പ്രിങ് അത് ½ mv², മാസ് ½ mv². ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ദി മാസ് ½ mv². That is converted into maximum potential energy of the spring, that is ½ k into x maximum square. അപ്പൊ ഹാഫ് ക്യാൻസൽ ആയി പോയല്ലോ. അപ്പോൾ x maximum square is equal to mv²/k വരും. or x maximum is equal to √of mv²/k. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ 3 ആണ്, √of mv²/k. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6th ക്വസ്റ്റ്യൻ. അപ്പൊ അതും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. A motorcyclist is trying to jump across a path as shown in figure by driving horizontally off a cliff at a speed of 5 meters per second. Ignore air resistance and take g = 10 meters per second square. The speed with which he touches the peak b is. അപ്പൊ സിമ്പിൾ ആണ്. നമുക്ക് ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി u ആണ്. അപ്പൊ അത് ഒരു
ജമ്പിങ് നടത്തിയിട്ട് ഇവിടെ ബിയിൽ വരുന്നെന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇവിടെ ഒരു പരാബോളിക് പാത്തിൽ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ വെലോസിറ്റി v കണ്ടുപിടിക്കും. സിമ്പിൾ ആണ്. നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്താൽ മതി. കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യും, അത് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി. അപ്പൊ കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. ഫൈനൽ എനർജി മൈനസ് ഇനിഷ്യൽ എനർജി. ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാ? ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും നമ്മൾ ഹൈറ്റ് ഡിഫറൻസ് h ആണെങ്കിൽ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് mgh. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഹാഫ് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം, എം ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gh. നിങ്ങൾ അതങ്ങ് ഓർത്തിരുന്നാൽ മതി. വി ഈസ് റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് 2gh. യു എത്രയാ? യു നമുക്ക് 5 ആണ്. അപ്പോൾ 5 സ്ക്വയർ 25 വരും. പ്ലസ് 2 ഇൻറ്റു ജി നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും തന്നിട്ടുണ്ട്. ഹൈറ്റ് ഡിഫറൻസ് എത്രയാണെന്ന് നോക്കിയും. ഇനിഷ്യൽ ഹൈറ്റ് 10 ആണ്, ഫൈനൽ ഹൈറ്റ് 10. അപ്പോൾ ഹൈറ്റ് ഡിഫറൻസ് ഓഫ് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് 70 മൈനസ് 60 10 മീറ്റർ വരും. അപ്പം 10 വരും. അപ്പോൾ യു സ്ക്വയർ നമുക്ക് 5 സ്ക്വയർ 25 പ്ലസ് 200 വരും. 200 പ്ലസ് 25 റൂട്ട് ഓഫ് 225 വരും. ഇവിടെ വെലോസിറ്റി ആണ് കേട്ടോ. റൂട്ട് ഓഫ് 225 എത്രയായിരിക്കും? പറയേണ്ട ആവശ്യമില്ലാതെ 15 വരും. അപ്പൊ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ആൻസർ ഓപ്ഷൻ 5ലേക്ക് പോകും. അപ്പൊ അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത 7th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി ഈസ് ഗിവൺ ബൈ a മൈനസ് ബി എക്സ് സ്ക്വയർ. x is the displacement, the magnitude of force acting on the particles. നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി u is equal to a minus bx square. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. പൊട്ടൻഷ്യൽ എനർജി is associated with a conservative force ആണ്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എന്നാൽ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഇക്വേഷൻ നിങ്ങൾ ആൻസർ ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. നിങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് u is equal to a minus bx square ആണ് കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഇക്വേഷൻ. മൈനസ് ഡി യു ബൈ ഡി എക്സ്. നമ്മളെ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ് ഫോഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. സിമ്പിളാണ്. അപ്പൊ നമ്മളെ ഡിഫറൻസിയേഷൻ ഒക്കെ അറിയാലോ. മൈനസ് ഓഫ് എനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആണ്. മൈനസ് ബി കോൺസ്റ്റന്റ് ആണ്. എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x വരും. അപ്പോൾ എഫ് ഈസിൽ മൈനസോ മൈനസ് പ്ലസ് 2bx വരും. Therefore f is proportional to x. അപ്പോൾ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു x എന്നാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ നിങ്ങളിത് എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം a മൈനസ് ബി എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ നമുക്കറിയാം എക്സിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ആൻസർ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്, പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ, കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണൽ ടു 1/x ഒന്നും വരാനുള്ള സാധ്യതയില്ല നമുക്കറിയാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പൊ അടുത്ത നിങ്ങൾ എല്ലാവരും ശരിയാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. If W1, W2, W3 represents the work done in moving a particle from A to B along 3 different paths 1, 2 and 3 as shown in figure. In the gravitational field of a point mass m, find the correct relation between W1, W2 and W3. നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യണം. സിമ്പിൾ ആണ്. ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു മാസിനെ നമ്മൾ കൊണ്ടുപോകുന്നു. ഇവിടെ വേറൊരു മാസിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് അഗൈൻസ്റ്റ് വർക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ W1, W2, W3യുടെ റിലേഷൻ. ഇപ്പൊ കൂടുതൽ ആൾക്കാരും അത് ശരിയായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സിന് അഗൈൻസ്റ്റ് ചെയ്യുന്ന വർക്ക് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇവിടെ 3 ഡിഫറെന്റ് പാത്തുകളിൽ കൂടെ പാർട്ടിക്കിളിനെ കൊണ്ടുപോയി. പക്ഷേ ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റും എല്ലാ കേസിലും സെയിം ആണ്. അപ്പോൾ നമ്മൾ വലിയ കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല. കാൽക്കുലേഷൻ നമുക്ക് ഡയറക്റ്റ് ഇവിടെ പോസിബിൾ അല്ല നമുക്കറിയാം. അപ്പോൾ W1 ഈസ് ഈക്വൽ ടു W2 ഈസ് ഈക്വൽ ടു W3. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഇവിടെ പാത്തിന്റെ പ്രത്യേകതകളൊന്നും ഇല്ലാത്തത് കൊണ്ട് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ W1 W2 W3 ഈക്വൽ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് ഓപ്ഷൻ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ചില സിറ്റുവേഷനിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ മനസ്സിലാക്കും. നമുക്ക് 9th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുവാ? അവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. ടോർക്ക് ഈസ് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. നമുക്കറിയാം ടോർക്ക് മൊമെന്റം ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കും, റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കും. അപ്പൊ അത് ശരിയാണ് അല്ലെ? ഇപ്പൊ റൊട്ടേഷണൽ മോഷനിൽ ഫോഴ്സിന് പകരം വരുന്ന ഒരു ടേമാണ് ടോർക്ക്, നമുക്കറിയാം. അപ്പൊ അത് ശരിയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്മുടെ ആൻസർ അല്ല, ശ്രദ്ധിച്ചോണം. ടോർക്ക് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അത് നമുക്കറിയാം ടോർക്ക് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോർക്ക് മേ ബി പ്രൊഡ്യൂസ്ഡ് ഈവൻ ഇഫ് ദി നെറ്റ് ഫോഴ്സ് ഓൺ ദി ബോഡി ഈസ് 0.
അത് നമുക്കറിയാം നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിലും ഈ ഓരോ ഫോഴ്സുകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കുകൾ ചിലപ്പോൾ നോൺ സീറോ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോർക്കിന്റെ ജനറൽ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണെങ്കിലും നമുക്ക് ചിലപ്പോൾ ടോർക്ക് 0 വരാം, നോൺ സീറോ വരാം. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അത് ജനറൽ സിറ്റുവേഷൻ ആണ്. ടോർക്ക് മേ ബി പ്രൊഡ്യൂസ്ഡ് ഈവൻ ഇഫ് ദി നെറ്റ് ഫോഴ്സ് ഓൺ ദി ബോഡി ഈസ് 0. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, തെറ്റിദ്ധരിച്ചേക്കരുത്. നെറ്റ് ഫോഴ്സ് 0 ആകുമ്പോൾ നെറ്റ് ടോർക്ക് 0 ആകുമെന്ന് വിചാരിച്ചേക്കരുത്. അപ്പൊ അത് തെറ്റാണ്. നമുക്ക് എക്സാമ്പിൾ കപ്പിളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കപ്പിളിൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആർ ആക്ടിങ് ഇൻ 2 ഡിഫറെന്റ് പോയിന്റ്സ്. Resultant force is 0, but resultant torque is non-zero. Resultant torque is equal to one of the forces into perpendicular distance. നമ്മൾ കുപ്പിയുടെ അടപ്പ് തുറക്കുന്നതും ഈ ടാപ്പ് തുറക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ടോർക്ക് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് 0 only if no force is acting on the body. അപ്പോൾ അത് തെറ്റല്ലേ? കാരണം എന്തുവാ, ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ലാത്തപ്പോഴാണ് ടോർക്ക് 0 എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് പഠിച്ചിട്ടുണ്ട് കുറെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഓരോ ഫോഴ്സുകളുടെയും ടോർക്ക് കണ്ടിട്ട് നെറ്റ് ടോർക്ക് കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ ടോർക്ക് 0 വരാം. അപ്പൊ അതുകൊണ്ട് ടോർക്ക് ആക്ടിങ് ഓൺ എ ബോഡി 0 only if no force is acting on the body എന്ന് പറഞ്ഞാൽ തെറ്റാണ്. റിസൾട്ടന്റ് ഫോഴ്സ് 0 അല്ലാത്ത സമയത്തും 0 ആണെങ്കിൽ പോലും കുറെ ഫോഴ്സുകൾ ഉണ്ടെങ്കിൽ ടോർക്ക് ഉണ്ടാവും. അപ്പൊ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ 4 ആണ്. ആംഗുലർ മൊമെന്റം ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി, പറയേണ്ട ആവശ്യമില്ല, അത് നമുക്കറിയാം. അപ്പൊ നമുക്ക് 4th ഓപ്ഷൻ ആണ് തെറ്റായിട്ട് വരിക. Or if P be a force acting on a particle having the position vector r and the tau be the torque of this force about the origin, then നമുക്ക് ടോർക്ക് ഫോഴ്സിന്റെ റിലേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇപ്പൊ ടോർക്കിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, R ക്രോസ് F ആണ്. ടോർക്കിന്റെ ഡയറക്ഷന്റെ പ്രത്യേകത എന്തുവാ? ടോർക്ക് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ആർ ആൻഡ് എഫ്. ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ദി വെക്ടേഴ്സ്. സിമ്പിൾ ആണ്, നിങ്ങൾ ആൻസർ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ പ്രത്യേകത എന്തുവാ? ടോർക്ക് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ആർ ആൻഡ് എഫ്. ഇനി സിമ്പിൾ ആണ്, 2 വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ പ്രത്യേകത എന്തുവാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. ഡോട്ട് പ്രോഡക്റ്റ് A dot B is equal to AB cos theta when theta is 90 cos 90 reduces to 0. അപ്പോൾ നോക്കിയാൽ ടോർക്കും ആറും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ടോ ഡോട്ട് ആർ ഡെഫിനറ്റ്ലി 0 ആണ്. അടുത്തത് ടോയും എഫും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ടോ ഡോട്ട് എഫ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇത് അറിയാമെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആൻസർ കിട്ടും. ടോ ഡോട്ട് ആർ 0 പറഞ്ഞാൽ ടോ ഡോട്ട് എഫ് 0 ആണ്. അതാണ് ബേസിക്കലി ഉള്ള കണ്ടീഷൻ. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ആർ ഡോട്ട് ടോ ആൻഡ് എഫ് ഡോട്ട് ടോ 0. നമുക്കറിയാം ടോ ഡോട്ട് ആർ എടുത്താലും ആർ ഡോട്ട് ടോ എടുത്താലും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 1 കറക്റ്റ് ആയിട്ട് വരും. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, ഓപ്ഷൻ വരാൻ സാധ്യതയില്ല. ആർ ക്രോസ് ടോ 0 നമുക്ക് പറയാൻ പറ്റത്തില്ല, എഫ് ക്രോസ് ടോ 0 എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് വ്യത്യാസം വരും. ആർ ഡോട്ട് ടോ 0 ആണ്, എഫ് ഡോട്ട് നോട്ട് ഈക്വൽ ടു 0 അത് തെറ്റാണ്. എഫ് ഡോട്ട് ടോ 0 എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. 0 നോൺ 0 ഡിഫറെന്റ് സിറ്റുവേഷനിൽ ഡിഫറെന്റ് ആയിട്ട് വരും. പിന്നെ ലാസ്റ്റ് ഓപ്ഷനും തെറ്റാ. അപ്പൊ നമുക്ക് പോസിബിലിറ്റി ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡയറക്ഷന്റെ പ്രത്യേകത മനസ്സിലാക്കുക. 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 എന്നുള്ള ഐഡിയ പല സിറ്റുവേഷനിലും നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഓർത്തു വെക്കുക. അപ്പൊ അടുത്തത് 11ാമത്തെ ചോദ്യം. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ തിൻ സർക്കുലർ റിംഗ് ഓഫ് മാസ് m and radius r is rotating about its axis with a constant angular velocity omega. 2 particles each of mass m are generally attached to the opposite ends of the diameter of the ring. The wheel now rotates with an angular velocity. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പ്രിൻസിപ്പിൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിറ്റുവേഷനിലുള്ള ഒരു സർക്കുലർ റിംഗ് അതിന്റെ ഇറ്റ്സ് ഓൺ ആക്സിൽ കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റിയിൽ കറങ്ങുന്നു. ആ സമയത്താണ് ആ റിംഗിന്റെ 2 ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിലെ 2 പോയിന്റ് മാസുകൾ പ്ലേസ് ചെയ്ത്. നമ്മുടെ സിറ്റുവേഷൻ ഇതാണ്. ഒരു സർക്കുലർ റിംഗ് ഓഫ് മാസ് m, റേഡിയസ് r is rotating about its own axis with a constant angular velocity omega. അതിനുശേഷം നമ്മൾ 2 മാസുകളെ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. അപ്പോൾ പുതിയ ആംഗുലർ വെലോസിറ്റി കാണാം. പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ശരിയാ, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം അപ്ലൈ ചെയ്യുന്നപ്പോൾ അവൻ എക്സ്റ്റേണൽ റിസൾട്ടന്റ് ടോർക്ക് ഈസ് 0, ആംഗുലർ മൊമെന്റം ഈസ് കോൺസ്റ്റന്റ്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നോക്കി ഇവിടെ സർക്കുലർ റിംഗ് ഉണ്ട്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ നമുക്കറിയാം. മൊമെന്റ് ഓഫ് ഇനീഷ്യ കിട്ടാൽ ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ L ഈസ് ഈക്വൽ ടു I ഒമേഗ. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ, I ഒമേഗ ഈസ് ഈക്വൽ ടു I ഡാഷ് ഇൻറ്റു ഒമേഗ ഡാഷ്. ഇനിഷ്യൽ ആംഗുലർ മൊമെന്റം I ഒമേഗ, ഫൈനൽ ആംഗുലർ മൊമെന്റം I ഡാഷ് ഒമേഗ ഇക്വേറ്റ് ചെയ്താൽ മതി. നമുക്ക് അറിയാം സർക്കുലർ റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് mr² ആണ്. ക്യാപിറ്റൽ mr² ഒമേഗ വരും.
ഐ ഡാഷ് എടുക്കുമ്പോൾ ഇവിടെ സർക്കുലർ റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യായും ഈ രണ്ട് മാസുകളുടെ മൊമെന്റ് ഓഫ് ഇനീഷ്യ കൂട്ടണം. അറിയാലോ, ഈ മാസുകൾ പ്ലേസ് ചെയ്യുമ്പോൾ എം ജി ഡൗൺവേർഡ് ആക്ട് ചെയ്യും. പക്ഷെ ഈ ആക്സിസിന് അബൌട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് 0 ആണ്. അപ്പൊ പുതിയ മൊമെന്റ് ഓഫ് ഇനീഷ്യ എടുക്കുമ്പോൾ സർക്കുലർ റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ അതേപോലെ തന്നെ വരും, ക്യാപിറ്റൽ എം ഇൻറ്റു ആർ സ്ക്വയർ. പിന്നെ നോക്കി, ഈ പോയിന്റ് മാസ് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണ്. പോയിന്റ് മാസിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്താ? എം ഇൻറ്റു ആർ സ്ക്വയർ. ആർ ഇസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ടു ദി മാസ്. അപ്പോൾ നോക്കി, ഇവിടെ എം ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ് വരുന്നത്. ഒരു മാസിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ അത് സ്മോൾ എം ആർ സ്ക്വയർ ആണ്. ഇൻറ്റു 2 എടുത്ത് രണ്ടു പേരുടെയും കൂടെ മൊമെന്റ് ഓഫ് ഇനീഷ്യ കിട്ടും, ഇൻറ്റു ഒമേഗ ഡാഷ്. മനസ്സിലായല്ലോ? അപ്പോൾ ആർ സ്ക്വയർ കോമൺ ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോയി. അപ്പോൾ ഒമേഗ ഡാഷീസിൽ ക്യാപിറ്റൽ എം ഒമേഗ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം പ്ലസ് 2. അപ്പൊ ആൻസർ മനസ്സിലായല്ലോ, ക്യാപിറ്റൽ എം ഒമേഗ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം പ്ലസ് 2 എം ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ 5 വരും. അപ്പൊ കൺസിഡറേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി ഇൻസ്റ്റന്റേനിയസ് ആംഗുലർ പൊസിഷൻ ഓഫ് എ പോയിന്റ് on a rotating wheel is given by theta is 2tq minus 6t square. The torque on the wheel becomes 0 at. നമുക്ക് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഉണ്ടല്ലേ? അപ്പൊ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ആംഗുലർ വെലോസിറ്റി കാണാം, ഒമേഗ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. ഡി തീറ്റ ബൈ ഡി ടി എടുക്കുമ്പോൾ 2t ക്യൂബ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 6t സ്ക്വയർ വരും, മൈനസ് 12t വരും. ഇനി ഒമേഗ കിട്ടിയാൽ ആംഗുലർ ആക്സലേഷൻ കാണാൻ അതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഡി ഒമേഗ ബൈ ഡി ടി. ദാറ്റ് ഇസ് 12t മൈനസ് 12 വരും. ഇനി നമുക്ക് എന്താ ചോദ്യം? ടോർക്ക് 0 ആകണം. ടോർക്ക് 0 ആകണമെങ്കിൽ ഇക്വേഷൻ എന്താ? ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, തീറ്റയിൽ നിന്ന് ഒമേഗ കിട്ടും, ഒമേഗയിൽ നിന്ന് ആൽഫ കിട്ടും, ആൽഫ കിട്ടിയാൽ ടോർക്ക് ഐ ആൽഫ എന്ന് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് മനസ്സിലായിക്കോണം. ടോർക്ക് 0 ആകണമെങ്കിൽ ആൽഫ 0 ആകണമല്ലോ. ആൽഫ 0 ആണെങ്കിൽ 12t മൈനസ് 12 ഈസ് ഈക്വൽ ടു 0 ഓർ t ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് വരും. അപ്പൊ ഒന്നാമത്തെ സെക്കൻഡിലാണ് ടോർക്ക് 0 ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ 1 വരും, t ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13ാമത്തെ ചോദ്യം. ദ റേഷ്യോ ഓഫ് ദി റേഡിയ ഓഫ് ഗൈറേഷൻ ഓഫ് എ സർക്കുലർ ഡിസ്ക് ആൻഡ് എ സർക്കുലർ റിംഗ് ഓഫ് ദി സെയിം റേഡിയൈ അബൌട്ട് എ ടാൻജൻഷ്യൽ ആക്സിസ് ഇൻ ദി പ്ലെയിൻ ഈസ്. നമുക്ക് ടാൻജൻഷ്യൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിന്റെ സർഫസിൽ കൂടെ അതിന്റെ ബോഡിയുടെ പ്ലെയിനിലാണ് വരുന്നത്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദി സർക്കുലർ ഡിസ്ക് നമുക്കറിയാം, I1 ഈസ് ഈക്വൽ ടു സെൻട്രോമാസിൽ കൂടെ അതിന്റെ പ്ലെയിനിന് പാരലൽ ആയിട്ട് പാസ് ചെയ്യുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ നമുക്ക് അറിയാവുന്നത് കൊണ്ട് പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ച് I1 ഈസ് ഈക്വൽ ടു ICM പ്ലസ് എം ആർ സ്ക്വയർ എന്ന് എടുക്കാം. ICM നമുക്കറിയാം സർക്കുലർ ഡിസ്ക് ആകുമ്പോൾ ഡയമീറ്ററിൽ കൂടെയുള്ള ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എം ആർ സ്ക്വയർ ബൈ 2 ആണ്. സോറി, എം ആർ സ്ക്വയർ ബൈ 4. ഡിസ്ക് അല്ലേ, അപ്പൊ എം ആർ സ്ക്വയർ ബൈ 4 വരും, പ്ലസ് എം ആർ സ്ക്വയർ, ദാറ്റ് ഈസ് 5 എം ആർ സ്ക്വയർ ബൈ 4 വരും. ഇതാണ് മൊമെന്റ് ഓഫ് ഇനീഷ്യയുടെ ഇക്വേഷൻ. അടുത്ത നോക്കി, ഇവിടെ സർക്കുലർ റിംഗ് ആവുമ്പം I2 ഈസ് ഈക്വൽ ടു അഗൈൻ ICM പ്ലസ് എം ആർ സ്ക്വയർ ആണ്. പക്ഷേ ICM എം ആർ സ്ക്വയർ ബൈ 2 വരും, അതാണ് വ്യത്യാസം. അപ്പൊ എം ആർ സ്ക്വയർ ബൈ 2 പ്ലസ് എം ആർ സ്ക്വയർ വരും, ദാറ്റ് ഈസ് 3/2 എം ആർ സ്ക്വയർ. ഇതാണ് നമുക്ക് മൊമെന്റ് ഓഫ് ഇനീഷ്യയുടെ ഇക്വേഷൻ. പക്ഷെ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷന്റെ റേഷ്യോ ആണ് കാണേണ്ടത്. റേഡിയസ് ഓഫ് ഗൈറേഷൻ കേസുകൾ റൂട്ട് ഓഫ് I ബൈ എം ആണ്. അപ്പോൾ ഇവിടെ K1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് I1 ബൈ എം വരും. ഇവിടെ K2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് I2 ബൈ എം വരും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? K1 ബൈ K2 ആണ് വേണ്ടിയത്. അപ്പോൾ K1 ബൈ K2 ഈസ് ഈക്വൽ ടു എം കോമൺ ആയതുകൊണ്ട് ഇവിടെ ക്യാൻസൽ ആയി പോയിക്കോളും. ഇവിടെ K1 നോക്കിയാൽ നമുക്കൊരു 6 കോമൺ ആയിട്ട് വെളി വരും, റേഷ്യോ എടുക്കുമ്പോൾ ക്യാൻസൽ ആയി പോകും. ഇവിടെ റൂട്ട് ഓഫ് 5/4 വരും, ശരിയല്ലേ? ഇവിടെ നമുക്കൊരു 3/2 വരും, 5/4 ഡിവൈഡഡ് ബൈ 3/2 വരും, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 5 ഡിവൈഡഡ് ബൈ 6 വരും. അപ്പൊ റൂട്ട് 5:6 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ 2 വരും. മനസ്സിലായല്ലോ? അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഇക്വേഷൻ നമ്മൾ ഓർത്തിരുന്നാൽ മതി. അടുത്ത 14ാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോണം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? സിമ്പിൾ ആണ്. ഇൻ ഇൻഎലാസ്റ്റിക് കൊളീഷൻ ബോത്ത് മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസിഡർഡ്. നമുക്കറിയാം തെറ്റാണ്. ഇൻഎലാസ്റ്റിക് കൊളീഷനിൽ മൊമെന്റം കൺസിഡർഡ് ആണ്, പക്ഷേ കൈനറ്റിക് എനർജി കൺസിഡർഡ് അല്ല. First, in inelastic collisions, momentum is conserved and kinetic energy is not conserved. That is ശരിയാ. Inelastic collision ആണെങ്കിലും elastic collision ആണെങ്കിലും momentum conserved ആണ്, പക്ഷേ kinetic energy ഇവിടെ inelastic collisionൽ conserved അല്ല. അടുത്ത in elastic collisions momentum is conserved and kinetic energy is not conserved. നമുക്കറിയാം തെറ്റാണ്, അവിടെ രണ്ടും conserved ആണ്. In inelastic collision
question momentum is not considered and kinetic energy is considered. തെറ്റാണ്. കാരണം momentum considered ആണ്, kinetic energy considered അല്ല, നേരെ തിരിച്ച. ലാസ്റ്റും തെറ്റാണ്. ഇനി elastic collisions momentum is not considered. ബാക്കി വായിക്കേണ്ട ആവശ്യമില്ല, തെറ്റാ. അപ്പൊ കൊളീഷന്റെ ഒക്കെ ബേസിക്കലി ഉള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആണ്, ശ്രദ്ധിച്ചോളൂ. അടുത്ത 15ാമത്തെ ചോദ്യം. അപ്പൊ അത് സിമ്പിൾ ആണ്. ആംഗുലർ മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദി ഒറിജിൻ വിൽ നോട്ട് ബി സീറോ. ആംഗുലർ മൊമെന്റം സീറോ അല്ലാത്തത് എപ്പോഴാണെന്നാണ് ചോദ്യം. ഫസ്റ്റ്, ഡയറക്ഷൻ ഓഫ് ലൈൻ ഓഫ് ലീനിയർ മൊമെന്റം പാസസ് ത്രൂ ദി ഒറിജിൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒറിജിന് വിത്ത് റെസ്പെക്ട് ടു ആംഗുലർ മൊമെന്റ് കാണുമ്പോൾ ആർ പി സൈൻ തീറ്റ എന്നാണ്. ആറും പിയും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ആംഗുലർ മൊമെന്റം സീറോ ആണ്. അപ്പൊ ഇത് തെറ്റാണ്, നമുക്കിത് ആൻസർ വരത്തില്ല. പാർട്ടിക്കിൾ ഈസ് അറ്റ് ദി ഒറിജിൻ. പാർട്ടിക്കിൾ ഒറിജിൻ ആണെങ്കിൽ ആർ സീറോ ആണ്, അപ്പോഴും ആംഗുലർ മൊമെന്റം സീറോ ആണ്. The angle between position vector and linear momentum is 180. അവിടെ ആർ പി സൈൻ തീറ്റ അല്ല, തീറ്റ 180 ഡിഗ്രി ആണെങ്കിലും ആംഗുലർ മൊമെന്റം സീറോ ആണ്. അടുത്ത ലീനിയർ മൊമെന്റം വാണിഷ്. ലീനിയർ മൊമെന്റം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ആംഗുലർ മൊമെന്റം സീറോ ആണ്. അത് ആംഗിൾ ബിറ്റ്വീൻ പൊസിഷൻ വെക്ടർ ആൻഡ് ലീനിയർ മൊമെന്റം ഇസ് 90 ഡിഗ്രി. നമുക്ക് ഫെമിലിയർ ആണ്. ഇവിടെയാണ് നമുക്ക് ആംഗുലർ മൊമെന്റം ഏറ്റവും മാക്സിമം വരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ 5 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ആംഗുലർ മൊമെന്റം കൺസർവേഷൻ, ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഇൻസ്റ്റന്റേനിയസ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ഓഫ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വീസ്. നമുക്കെല്ലാം ഫെമിലിയർ ആണ്, കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ മനസ്സിലായി കാണും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിന് വരാറുണ്ട്, ശ്രദ്ധിച്ചോണം. നമുക്ക് എല്ലാവർക്കും അറിയാം വർക്ക് ഡൺ അതേ ഡിവൈഡഡ് ബൈ ടൈം ആണ് പവർ. ഇൻസ്റ്റന്റേനിയസ് പവർ കാണാൻ വേണ്ടിയിട്ട് ഫോഴ്സിന്റെയും വെലോസിറ്റിയുടെയും കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി. ഇൻസ്റ്റന്റേനിയസ് പവർ പീസുകൾ എഫ് ഡോട്ട് വി, അത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, പ്രത്യേകിച്ച് കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ആൻസർ ഓപ്ഷൻ 2 വരും. അപ്പൊ അടുത്ത 17ാമത്തെ ചോദ്യം. എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ഓഫ് ദി സെന്റർ ഓഫ് മാസ് 3 പാർട്ടിക്കിൾസ് ആർ ഗിവൺ. m 2m 3m ആണ് മാസസ്. കോർഡിനേറ്റ്സ് 0 0 1 0 -2 0. എക്സ് കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം സെന്റർ ഓഫ് മാസിന്റെ എക്സ് കോർഡിനേറ്റ് കാണാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ ഉണ്ട്. എക്സ് സി എം ഈസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് m1 പ്ലസ് m2 പ്ലസ് m3. ഓക്കെ, നമുക്ക് m1 ഫസ്റ്റ് മാസ് m ആണ്, അതിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ m ഇൻറ്റു എക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് 0 വരും. അത് m2 എത്രയാ? മാസ് 2m ആണ്, അതിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയാ? 1 ആണ്. അപ്പൊ 2m ഇൻറ്റു 1. അടുത്ത മാസ് എത്രയാ? 3m ആണ്, എക്സ് കോർഡിനേറ്റ് എത്രയാന്ന് നോക്കിയേ? -2 ആണ്. ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് എത്രയാ? 2m പ്ലസ് m പ്ലസ് 3m വരെ 6m വരും. അപ്പൊ m കോമൺ ആയതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ആയി പോകും. പിന്നെ നോക്കി ഇവിടെ 2 -6 -4/6 വരും. ദാറ്റ് ഈസ് -2/3 മീറ്റർ. അപ്പൊ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെന്റർ ഓഫ് മാസിന്റെ പൊസിഷന്റെ ഇക്വേഷൻ നമ്മൾ ബേസിക്കലി പഠിക്കുന്നതാണ്. അപ്പൊ ആൻസർ നമുക്ക് -2/3 മീറ്റർ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു, അപ്പൊ അത് കട്ടായി പോയതാണ്. അപ്പൊ -2/3 മീറ്റർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A disk is spinning at a rate of 27.5 radian per second. Is slowed down at the rate of 10 radian per second square, the time after which it will comes to rest is. അപ്പൊ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. നമുക്ക് ടൈം കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്താൽ മതി. T is equal to omega minus omega 0 by alpha. നമുക്ക് ഫൈനൽ വെലോസിറ്റി എത്രയാവണം? 0 ആകണം. അപ്പൊ ഒമേഗ 0 ആണ്. ഒമേഗ 0 നമുക്ക് 27.5 ആണ്. ആൽഫ തന്നിട്ടുണ്ട് 10 ആണ്. അപ്പോൾ ആൽഫ നെഗറ്റീവ് ആണ്, കാരണം അതിന്റെ മോഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ആൻസർ 2.75 സെക്കൻഡ് വരും. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല, ഡയറക്റ്റ് നമുക്ക് ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. ആൻസർ ഓപ്ഷൻ 1 ആണ്. അത് 19th ക്വസ്റ്റ്യനിലേക്ക് പോകാം. A running boy has the same kinetic energy as that of a man of twice his mass. The speed of the boy is 14.41 meter per second. Speed of the man is. അപ്പൊ നമുക്ക് കണ്ടീഷൻ സിമ്പിളി ആൻസർ ഇടും. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാലോ. ബോയിയുടെ കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു മാസ് ഓഫ് ദി ബോയ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി ബോയ് സ്ക്വയർ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് മാൻ വിച്ച് ഈസ് ട്വൈസ് ദി മാസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഹാഫ് ഇൻറ്റു മാസ് ഓഫ് പേഴ്സൺ 2 mb ആണ് ഇൻറ്റു വെലോസിറ്റി v സ്ക്വയർ എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് mb കോമൺ ആയതുകൊണ്ട് ക്യാൻസൽ ആണ്, ഹാഫ് ക്യാൻസൽ ആയി പോയി. വി ബി എത്രയാ? 14.414. അപ്പൊ വി ബി സ്ക്വയർ 14.14ന്റെ സ്ക്വയർ വരെ നമുക്ക് റൂട്ട് എടുത്താൽ സ്ക്വയറിങ് ഒക്കെ കൂടുമല്ലോ. അപ്പോൾ 14.14 ഈസിലുള്ള √2 ഇൻറ്റു വി വരും. ആൻസർ മനസ്സിലായല്ലോ. √2 1.414 ആണ്. അപ്പോൾ ബീസിൽ 14.14 ഡിവൈഡഡ് ബൈ 1.414 സിമ്പിൾ ആണ്. ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ നമുക്ക് 3 സിമ്പിൾ ആൻസർ ഓപ്ഷൻ 3യിലേക്ക് പോകും.
അപ്പോൾ അടുത്ത 20ാമത്തെ ചോദ്യം, ഫോഴ്സ് അപ്ലൈഡ് ഈസ് 5i cap plus 3j cap plus 2k cap Newton displaces it from origin to the point, the work done on the particle is. ഇപ്പോൾ സിമ്പിൾ ആണ്, വർക്ക് ഡണിന്റെ ഇക്വേഷൻ നമുക്കറിയാം. അവിടെ ഫോഴ്സ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നിങ്ങൾ ആൻസർ ഒക്കെ പെട്ടെന്ന് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വർക്ക് ഡൺ W is equal to F dot S. എഫ് ഡോട്ട് എസ് എടുക്കുമ്പോൾ നമുക്കറിയാം അത് എഫ് എക്സ് ഇൻറ്റു എസ് എക്സ് പ്ലസ് എഫ് വൈ ഇൻറ്റു എസ് വൈ പ്ലസ് എഫ് ഇസഡ് ഇൻറ്റു എസ് ഇസഡ്. അത് സിമ്പിൾ ആയിട്ട് ആൻസർ ഇടും. എഫ് എക്സ് എത്രയാണെന്ന് നോക്കിയേ, എക്സ് കോമ്പണന്റ് ഓഫ് ദി ഫോഴ്സ് 5 ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ എക്സ് കോമ്പണന്റ് ഇനിഷ്യൽ പൊസിഷൻ ഒറിജിൻ ആണ്. അപ്പോൾ ഫൈനൽ പൊസിഷൻ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ്. അത് 2i ക്യാപ്പിൽ 2 വരും. എഫ് വൈ എന്ന് പറയുന്നത് 3 ആണ്. എസ് വൈ എന്ന് പറയുന്നത് -1 ആണ്. ഇവിടെ ഇസഡ് ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് 0 വരും. അപ്പോൾ നോക്കിയാൽ 5 × 2 10 -3 വരും. ദാറ്റ് ഈസ് സിംപ്ലി 7 ജൂൾ വരും. അപ്പോൾ ആൻസർ +7 ആണ്. ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. അഗൈൻ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം. മൊമെന്റം ഈസ് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. അപ്പോൾ അത് ഡയറക്റ്റ് ആണ്. നമുക്കറിയാം മൊമെന്റം P is equal to m × v. എ ബോഡി ക്യാൻ ഹാവ് എനർജി വിത്തൗട്ട് മൊമെന്റം. അപ്പോൾ പെട്ടെന്ന് മാറിപ്പോയിക്കരുത്. ഒരു ബോഡി ഹാവ് എനർജി വിത്തൗട്ട് മൊമെന്റം എന്ന്. ഒന്ന് സിമ്പിളി പറഞ്ഞാൽ മൊമെന്റം 0 ആണെങ്കിലും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. എനർജി ഉണ്ടാവും വിത്തൗട്ട് മൊമെന്റം. പൊട്ടൻഷ്യൽ എനർജി എടുത്താൽ മതി, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി വേണമെങ്കിലും വരാം. പ്യുവർ റൊട്ടേഷൻ അബൌട്ട് ദി സെന്റർ ഓഫ് മാസ് ആണെങ്കിൽ ടോട്ടൽ മൊമെന്റം 0 ആണ്, പക്ഷേ കൈനറ്റിക് എനർജി ഉണ്ട്. ദി മൊമെന്റം ഈസ് കൺസർവ്ഡ് ഇൻ ആൻ ഇലാസ്റ്റിക് കൊളീഷൻ ഓൺലി. അപ്പൊ അത് തെറ്റല്ലേ? കാരണം ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിലും ഇൻഎലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിലും മൊമെന്റം കൺസിഡർഡ് ആണ്. അപ്പൊ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അത് കൈനറ്റിക് എനർജി ഇസ് നോട്ട് കൺസിഡർഡ് ഇൻ ആൻ ഇലാസ്റ്റിക് കൊളീഷൻ. ഇൻഎലാസ്റ്റിക് കൊളീഷൻ അത് ശരിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ലീനിയർ മൊമെന്റം ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഇൻ മോഷൻ ക്യാൻ ബി 0. അതായത് കുറെ പാർട്ടിക്കിളുകളുണ്ട്, അവർക്ക് വെലോസിറ്റീസ് ഉണ്ട്, പക്ഷെ അവരുടെ മൊമെന്റങ്ങൾ പല ഡയറക്ഷനിലാകാം. അതുകൊണ്ട് അവരുടെ റിസൾട്ടന്റ് മൊമെന്റം ക്യാൻ ബി 0. എല്ലായ്പ്പോഴും 0 ആണെന്നില്ല, പക്ഷെ ക്യാൻ ബി 0 അതും ശരിയാണ്. അപ്പൊ നമുക്ക് 3 ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അത് 22ാമത്തെ ചോദ്യം, എ സോളിഡ് സിലിണ്ടർ ആൻഡ് എ ഹോളോ സിലിണ്ടർ ബോത്ത് ഓഫ് ദി സെയിം മാസ് ആൻഡ് സെയിം എക്സ്റ്റേണൽ ഡയമീറ്റർ ആർ റിലീസ്ഡ് ഫ്രം ദി സെയിം ഹൈറ്റ് അറ്റ് ദി സെയിം ടൈം ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ബോത്ത് റോൾ ഡൗൺ വിത്തൗട്ട് സ്ലിപ്പിംഗ്. വിച്ച് വൺ വിൽ റീച്ച് ദി ബോട്ടം ഫസ്റ്റ്? നമുക്ക് ഇതിന്റെ ഇക്വേഷനിലേക്കൊന്നും പോകാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് 2/5 mr² ആണ്. ഹോളോ സിലിണ്ടർ ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് I' is equal to 2/3 mr² ആണ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുതൽ ആർക്കാ വരുന്നത് നോക്കി, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഹോളോ സിലിണ്ടറിനാണ് വരുന്നത്. ഇപ്പൊ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുതലാണെങ്കിൽ നമുക്കറിയാം ആക്സിലറേഷൻ കുറവായിരിക്കും സെന്റർ ഓഫ് മാസിന്. അപ്പോൾ അത് വെലോസിറ്റി എത്തേണ്ട കുറവായിരിക്കും, താഴെ വരാൻ കൂടുതൽ സമയം എടുക്കും. സിംപിളി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എച്ച് കയറ്റി ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് റോളിംഗ് മോഷനിലാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറഞ്ഞ ആളായിരിക്കും ഏറ്റവും ആദ്യം താഴെ വരിക. അപ്പൊ നോക്കിയാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറഞ്ഞ ആരാ? സോളിഡ് സിലിണ്ടർ ആണ്. അപ്പൊ സിലിണ്ടർ ആണ് കേട്ടോ, സ്പിയർ അല്ല, സിലിണ്ടർ ആണ് കേട്ടോ. നമ്മൾ എഴുതിയത് മാറിപ്പോയി, ഇത് സിലിണ്ടറിന്റെ ആണ് നമുക്ക് വേണ്ടിയത്. അപ്പൊ ഹോളോ സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ mr²/2 ആണ്. ഹോളോ സിലിണ്ടർ ആണെങ്കിൽ mr². ഞാൻ മുമ്പ് എഴുതിയ സ്പിയറിന്റെ ആണ് കേട്ടോ. ഹോളോ സിലിണ്ടർ ആണ്, അപ്പൊ mr²/2. ഹോളോ സിലിണ്ടറിന്റെ mr². അപ്പൊ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറവ് ആർക്കാ? സോളിഡ് സിലിണ്ടറിനാണ്. അതായിരിക്കും ഏറ്റവും ആദ്യം താഴെ വരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്, സോളിഡ് സിലിണ്ടർ. അപ്പൊ അതിന്റെ ഇക്വേഷനിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ അടുത്ത സിമ്പിൾ ആണ്. 23ാമത്തെ ചോദ്യം, എ റിംഗ് ഓഫ് മാസ് ആൻഡ് റേഡിയസ് ആർ റൊട്ടേറ്റ്സ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ വിത്ത് ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഇറ്റ്സ് കൈനറ്റിക് എനർജി. സിമ്പിൾ ആണ്. ഒരു ഒബ്ജക്റ്റ് ഈസ് ഇൻ പ്യുവർ റൊട്ടേഷണൽ മോഷൻ. ഇപ്പൊ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ Ω². സർക്കുലർ റിംഗിന്റെ ഇറ്റ്സ് ഓൺ ആക്സിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ പറഞ്ഞു mr². അപ്പോൾ mr²/2 വരും. അപ്പൊ ആൻസർ ഓപ്ഷൻ 1 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. ശരിയല്ലേ? അപ്പൊ 24ാമത്തെ ചോദ്യം, സ്പീഡ് ഓഫ് ദി ഹോമോജീനിയസ് സോളിഡ് സ്പിയർ ആഫ്റ്റർ റോളിംഗ് ഡൗൺ ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് വെർട്ടിക്കൽ ഹൈറ്റ് h ഫ്രം റെസ്റ്റ് വിത്തൗട്ട് സ്ലൈഡിംഗ് ഈസ്. നമുക്കറിയാം റോളിംഗ് മോഷനിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മളൊരു ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്തു, അത് താഴെ വരുമ്പോൾ അതിന്റെ സ്പീഡാ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അതിന്റെ ഡെറിവേഷനിലേക്കൊന്നും പോകുന്നില്ല. പ്യുവർ റോളിംഗിൽ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് 0 ആണ്. അപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി ഉപയോഗിക്കാം. അപ്പോൾ വെലോസിറ്റി സോൾവ് ചെയ്താൽ അത് √2gh/1 + I/mr². അപ്പൊ അതാണ് ഇക്വേഷൻ.
അപ്പോൾ നമുക്ക് മൊമെന്റ് ഓഫ് ഇനീഷ്യ എടുക്കുമ്പോൾ ഇവിടെ സ്പീഡ് ഓഫ് ഹോമോജീനിയസ് സോളിഡ് സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ 2/5 mr². അപ്പോൾ റൂട്ട് ഓഫ് 2gh ബൈ ഐ 2/5 mr² ആണ്. അപ്പോൾ mr² ക്യാൻസൽ ആയി പോകും. റൂട്ട് ഓഫ് 1 + 2/5 താഴെ വരും. അപ്പോൾ 5 മുകളിൽ വന്നു 5 × 2 10gh ഡിവൈഡഡ് ബൈ 7 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക, റൂട്ട് ഓഫ് 10gh ഡിവൈഡഡ് ബൈ 7. അപ്പോൾ ആ ഡയറക്റ്റ് ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. ഫൈൻഡ് ദ ടോർക്ക് ആക്ടിങ് അബൌട്ട് ദി പോയിന്റ് r = 7 i cap plus 3j cap plus k cap ഫോഴ്സ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ടോർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോഴ്സ് അതിന്റെ പൊസിഷൻ വെക്ടർ ഉണ്ട്. ഒറിജിൻ അബൌട്ട് ആയിരിക്കും ടോർക്ക് ഈസ് r ക്രോസ് എഫ് വരും. r ക്രോസ് എഫ് നമുക്കറിയാം ഡിറ്റർമിനന്റ് ijk. നമ്മൾ ആറിന്റെ വാല്യൂസ് അടുത്തെടുക്കണം. 7 i cap plus 3j cap plus k ആണ്. അപ്പൊ 7 3 1 വരും. ഫോഴ്സിന്റെ നമുക്കറിയാം -3 1 5 വരും. നമ്മളെ ക്രോസ് പ്രോഡക്റ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിറ്റർമിനന്റ് മെത്തേഡ് ഒക്കെ നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്നതാണ്, ശ്രദ്ധിച്ചോണം. അപ്പൊ ഐ ക്യാപ്പ് ഇൻറ്റു നമുക്കറിയാം ഈ റോയും കോളവും കളഞ്ഞിട്ട് 3 × 5 -1 വരും. 3 × 5 -15 -1 14 വരും. അടുത്ത മൈനസ് ജെ ക്യാപ്പ് ആണ്, വിട്ടുപോയേക്കരുത്. -j cap ഇൻറ്റു 7 × 5 35 മൈനസോ മൈനസ് +3 വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു അടുത്ത പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു ഇവിടെ ഇത് കളഞ്ഞാൽ നമുക്ക് 5 × 3 15 -1 വരും. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോയാൽ 14 i cap - 38 j cap plus 14 k cap വരും. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ 1 അല്ല 2 അല്ല ഓപ്ഷൻ 3 ആണ് അല്ലേ. 14 i cap - 38 j cap plus 16 k cap. അപ്പോൾ നമ്മുടെ ഫിസിക്സിന്റെ ഇന്നത്തെ സെഷനോട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ +2ലും +1ലും ഒക്കെ പഠിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് വരിക. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ മാത്തമാറ്റിക്സിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സെഷനുമായിട്ട് സണ്ണി സാർ നമ്മൾ വരുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. ബിൽഡിംഗ് ടീം നിങ്ങളോട് കൂടെയുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Hello, good evening everyone. Welcome to the mathematics session. Let us discuss the questions. Now the chapters which I am using is sequence, series, determinants and matrices. Alright, we will move on to the first question. If the sixth term of a GP is 2, look, sixth term, we have a sixth term of a GP is 2. Then the product of the first 11 terms ഒരു ജി പിയുടെ 6th term. See, n is equal to 11. ഈ 6 ഒരു ബന്ധമുണ്ട്, relation. There is a relation. What is that? This is odd. Then for the middle will be what there then 11 plus 1/2. That is 6th. Therefore the product will be equal to 6th term the whole raised to 11. That's a secret. So the product means the product of all 11 terms will be equal to 2 to the power 11. So what is 2 to the power 11? 2 to the power 10, you know, it is 1024. Then into 2, so the answer is C, 2048. Right? Point once again, number of terms is 11 of a GP. 11 means odd number, middle term is 6th. Therefore the product of that is really it is a into AR into so on, AR raised to 10. This is what it is asked. That is equal to this T6 the whole raised to 11. Right. We will move on to the next question.
If a plus 1, 2a plus 1, 4a minus 1 are in AP, arithmetic progression, what's the property of three numbers in AP? Twice the middle is equal to first plus third. Means twice the middle naduvilathinte double. 2 into 2a plus 1 is equal to a plus 1 plus 4a minus 1. We can solve. This is 4a plus 2. That's equal to 5a. Isn't it? That is a is equal to 2. Your answer, a is equal to 2. Box is your answer. Right. We'll move on to the next question. Adutha question like kadakka. The sum of odd integers from 1. Do you know the formula sum of odd integers? That's always n square. But sum of odd integers is always n square. Now what is this odd integer? What's the n the odd integer? N the odd integer will always be 2n minus 1. Therefore this 2n minus 1 will be equal to 2001. 2n minus 1 is equal to 2001. Therefore n is equal to what there? 1001. So the sum is equal to what there? N square. N square means 1001 the whole square. Now take out your answer, 1001 the whole square. That is C is your answer. So remember this. This sum of odd in the first odd integers is always n square. And n the odd integer alla ippoഴും 2n minus 1 ആയിരിക്കും. Okay. We will move on to the next question 4. There are three numbers in AP. The moment you read, നിങ്ങൾ അത് വായിക്കുമ്പോൾ തന്നെ എഴുതുക a minus d, a plus d. Three numbers. Their sum is 21. Their sum is 21 means 3a is equal to 21. Therefore, your a is equal to 7. That means your middle number is equal to 7. Their sum is 21. And the product of the first number and the third number, look at this. Product of the first number and the third number, that is a square minus d square. How come? A plus d into a minus d. A square minus d square is equal to 45. We will solve it. A square is 49. 49 minus 45 equal to what there? D square. But d is equal to plus or minus 2. You can take any one d. Then the product of these numbers. What are the numbers now? Your numbers will be 7 minus 2, 7. 7 plus 2. Okay, that's 5, 7, 9. What do you want? The product of these numbers. That means 5 into 7 into 9. That is 63. 63 into this. Therefore, 315. So, product will be equal to 7 into 5 into 9. Correct? All right. On to the next question. We'll move on to the next question. Always remember three numbers there. The sixth term of a sequence is, see the sequence, that is 3, 1, 1 by 3, next will become 1 by 9, etc. This is a GP. This is the first term and A is equal to 3. Common ratio is equal to what there? Second by first, that is 1 by 3. What do you want? You want sixth term. So sixth term means that is T6. And then the formula A into R raised to 5. That means A into 1 by 3. A means what? What's your A? Your A will be equal to, your A will be equal to 3, which we have already done. 3 into 1 by 3, the whole raised to what there? Then 5. That means 1 by 3 raised to 4. That's equal to 1 by 81. Select your answer. 1 by 81. C is your answer. Right. On to the next question. In an AP, the first term is, AP is there, first term, that means A is equal to 2. Sum of the first 5 terms is 5, that means S5 is equal to 5. Then the 31st term, alright, 31st. What's the formula for Sn? Sn is equal to n by 2 into 2a plus n minus 1 into d. Isn't it? Therefore, S5. So 5 is equal to, this is S5 is equal to 5, sum of first 5 times. 5 is equal to 5 by 2 into 2a, that is 4, plus what there? 4d. Calculate, this will be, this 5 and 5 cancel, 2 is equal to 4 plus 4d. Therefore, your d will be equal to, this is minus 2, so minus 2 divided by 4, that is minus 1 by 2. You can calculate your 31st term. And then the 31st term, T31 is equal to A plus 30D. A is equal to what? 2.
plus 30 into D. D is equal to what there then? 30 into minus 1 by 2. That is 2 minus 15. That's equal to minus 13. Now your answer, that is C. Well, on to the next question. Number 7. The product of 5 consecutive terms of a GP is, you see, product of 5 consecutive terms, I told you, that is your T1, T2, T3, T4 and T5. Okay. And they are in GP. This is a GP there then. AR square, AR cube, AR raised to 4. That is 5th term. This will be the middle term. Right. So the product will be equal to, P will be equal to 243 divided by 32. 243 means 3 raised to 5 divided by 2 raised to 5. Okay. Then the middle term is what there? What is the middle term I told? This will be. So this will be AR square, the whole raised to 5 is equal to 3 by 2, the whole raised to 5. This is what I told you. That means middle term, the whole raised to n is equal to product of the terms. Product of the terms. Keep this formula in your mind. Middle term, provided the number of terms is odd. Number of terms odd ആയിരിക്കണം. അപ്പോൾ ഇത്. So this 5 and 5 cancel. You have your middle term is what there then? 3 by 2. So your answer is B. Right. We'll move on to the next question. Say if A1 is equal to 4 and AN plus 1 is equal to AN plus 4n. ഇതൊരു സീക്വൻസ് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ AN plus 1 minus AN is equal to 4n. This is the secret behind it. AN plus 1 minus. Now what do you want? You want to find out A100. We are going to find out A100. Okay. Now what we do, this is the equation which I have manipulated. This equation I manipulated. Now we put n is equal to 1. N greater than equal to 1. This is A2 minus A1 is equal to 4 into 1. Don't multiply. Now put n is equal to 2. What do you get? A3 minus A2 is equal to 4 into 2. Okay. And so on. You get what do you want? You want A100. So I put n is equal to 99. What do you get? A100 minus A99 is equal to 4 into 99. Agreed? What do you do? Now adding. Add here. Look. If previous positive succeeding negative, previous positive succeeding negative, you have A100 minus A1 is equal to 4 into 1 plus 2 plus 3 plus etc. up to 99. You know how to find it out. So your A1 is given as 4. Well, therefore your A100 minus 4 is equal to 4 into, what is sum of the first n natural numbers? N into n plus 1 by 2. That is this into 99 into 100 divided by 2. This 2 we can cancel here too. Therefore A100 will be equal to, this will become 198, isn't it? 2 into that much 100 plus 4. What's that? 19804. Look, that's your answer. 19804, that's your answer. So mark this question, keep in your mind. Well, that's a 9th question we have. Two numbers x and y have arithmetic mean 9. So the arithmetic mean of x and y is equal to 9 and the geometric mean, their geometric mean is 4. Adinte geometric mean 4 aanu. Then x and y are the roots of. Say the secret here, it's always x square minus 2 times arithmetic mean into x plus geometric mean the whole square. Keep this in your mind. So just step answer I get you. X square minus 2 times arithmetic mean is 2 into 9 into x plus geometric mean the whole square, that is 4 square equal to 0. That is x square minus 18x plus 16 is equal to 0. Select your answer. X square minus 18x plus 16 is equal to 8x square minus, this is box is your answer, this one, your answer. Okay. Now what's the theory behind it?
You know x plus y by 2 is equal to 9 and root over xy is equal to 4. This is the arithmetic mean. This is the geometric mean. Here x and y are really alpha and beta roots of this one. Okay. Well, നമ്മുടെ എയിം എന്താ? ഏറ്റവും സ്പീഡിൽ ഏറ്റവും എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ള. അപ്പോൾ അതുകൊണ്ട് this speed I will keep. Now next 11th one. Let f be a function from natural number to natural number where f of 1 is equal to 2. And the functional equation given here is f of x plus y is equal to fx into fy. F of x plus y. The moment you read, your f of x should be equal to a raised to x. Marakarada, this functional equation. Many functional equations we have discussed in the class. അല്ലേ, ഒരുപാട് ഫംഗ്ഷണൽ ഇക്വേഷൻ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. അതൊരു ഫംഗ്ഷണൽ ഇക്വേഷൻ ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഇസിക്കൽ എഫ് എക്സ് ഉണ്ട്. ഇമ്മീഡിയറ്റ്ലി യു റൈറ്റ് എഫ് എക്സ് ഇസിക്കൽ ടു എ റൈസ് ടു എക്സ്. അതിവിടെ തന്നു നോക്കിക്കേ. ദിസ് ഈസ് എഫ് ഓഫ് 1 ഈസ് 2 ഗിവൺ. അല്ലേ, putting x is equal to 1, the f of 1, 2 is equal to what there then? A raised to 1. Therefore, a is equal to 2. And you got your equation. Your equation is your function. So, your f of x is equal to a raised to x will become 2 raised to x. Right. Now, this is what the question given here. This is what we have to prove. Then the value of a. Well, I'll write. What is given? It is given sigma k is equal to 1 to n f of a plus k. F of a plus k means 2 raised to a plus k. Keep this in mind. 2 raised to f of a plus k means 2 raised to a plus k equal to 16 into 2 raised to n minus 1. Now what is this? ഈ സമ്മേഷനെ സിഗ്മ സമ്മേഷനെ സംബന്ധിച്ച് നോക്കിയാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. k is the variable. Anything other than k is a constant. അപ്പോൾ ഇത് 2 raised to a into ഇത് 2 raised to a into 2 raised to k എന്ന് എഴുതി. 2 raised to a we will take it out. അപ്പോൾ സിഗ്മ k is equal to 1 to n. 2 raised to k is equal to 16 into 2 raised to n minus 1. You know this is a GP. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണെന്നറിയോ? 2 raised to a into kക്ക് 1 ഇടുക പ്ലസ് kക്ക് 2 ഇടുക പ്ലസ് kക്ക് 3 ഇടുക and kക്ക് ഇടുക. So it will become 2 raised to 1 plus 2 raised to 2 plus etc. plus 2 raised to k equal to 16 into 2 raised to n minus 1. 2 raised to n. Last is k is equal to 1. Okay. This is sum of the first n n terms of a GP. And then the formula a into r raised to n minus 1 by r minus 1. But 2 raised to a into a 2 into r raised to n 2 raised to n minus 1 divided by 2 minus 1 equal to 16 into 2 raised to n minus 1. Look, 2 raised to n minus 1, 2 raised to n minus 1 cancelled. What did 2 ഇവിടുന്ന് cancel ചെയ്താ 8 ആയി. So you got 2 raised to a is equal to 8 means 2 raised to 3. You got the value of a as 3. The value, a the value 3. So your answer this. This is a very important functional relation. Remember this. Okay. F of x plus y is equal to fx into fy. Then fx is equal to a raised to x. Well, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. If the first term of a GP is 729, that means A is equal to 729. 729, okay. And the seventh term, that is T6, that is equal to 64. 64 means 2 raised to 6. 729 means what? They are 3 raised to 6. Fine. Then the sum of the first 7 terms, sum of what is S7? What is the formula for S7? S7 will be equal to A into r raised to 7 minus 1 divided by r minus 1 or 1 minus r raised to 7. Anyway, A is there. We will have to find out. What's the formula? എന്താ നമുക്ക് formula ഉള്ളത്? Formula for this T6. എന്താ T6 in the formula? A r raised to 5. T6 in the formula. A r raised to 5. See, actually, this is the 2 raised to 6. A r raised to 6th term, or this is the 7th term given, not the 6th term. 7th term. 7th term is 64. Therefore, this is a r raised to 6. A is what? 2 raised to 6 is equal to A is what? This is 3 raised to 6 into r raised to 6. Right? Therefore, your r is equal to 2 by 3. We calculated r is equal to 2 by 3. So, better we will apply a into 1 minus r raised to 7 divided by 1 minus r. Calculate. What is your a? 729 into r raised to 7 means what there? 1 minus r raised to 7.
that is 1 minus 2 by 3, the whole raised to 7, divided by 1 minus 2 by 3. 1 minus 2 by 3 is what this is. Actually, this is 3 raised to 6, 729, into, this will become into a 3, into 1 minus 2 raised to 7 divided by 3 raised to 7 as your answer. You can calculate, this will become 3 raised to 6 into 3 means 3 raised to 7. 3 raised to 7 will be equal to, okay, this will become 3 into 9, that is 27. 27. 3 times is 3 raised to 6 is 729, so it will become 2187. Actually, when you simplify this, you can easily come to the conclusion. Anyway, this is minus what they are 2 raised to 7. This 3 raised to 6 and 3 cancel, 2 raised to 7. How much is 2 raised to 7? That is 128. So 128 you have to subtract. But 2000 something will be your answer. Look, this is not the answer. 2000 something, this is the only answer. You need not calculate at all. These are all out. Right. Here it will become 7. That is, this will become 9, 6, 0, this. So this is 2, 5, 5, 5. 5. 2059. So calculate ചെയ്യാതെ നിങ്ങൾക്ക് അതിന്റെ ആൻസറിലേക്ക് വരാം. ഇവിടെ 2187 മൈനസ് ഒരു നമ്പർ ആണ്. അപ്പോൾ 2100 വരികയല്ല. So that is ഇത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞു, 2000 തന്നു, ആൻസർ കഴിഞ്ഞു കാൽക്കുലേറ്റ് ചെയ്യാതെ. ഈ ടെക്നിക്ക് ഓൾസോ യു ഹാവ് ടു അപ്ലൈ. We will move on to the next question then. 12th one. An AP has a property that sum of the first 10 terms, that is S10. Sum of the first 10 terms is half the sum of the next 10 terms. Half the sum of 1 by 2 into. Do you know what's the sum of the next 10 terms? That is always S20 minus S10. ഒന്ന് എഴുതി നോക്കിക്കൊള്ളണം കേട്ടോ. T1 plus T2 plus etc. plus T10. അതാണ് ഫസ്റ്റ് 10. പിന്നെ T11 plus etc. up to T20. കണ്ടോ? ഇത് 10, ഇത് 10. Sum of the next 10 terms പറഞ്ഞാൽ ഇത്രയും ഭാഗം. ഇപ്പൊ ഇവിടുന്ന് ബിഗിനിങ് മുതൽ ഇവിടെ വരെ അത് S20 ആ. എന്നാൽ ഇവിടുന്ന് ഇവിടെ വരെ അത് S10 ആണ്. അപ്പോൾ S20 മൈനസ് S10 ആണ് എല്ലായ്പ്പോഴും സം ഓഫ് ദ നെക്സ്റ്റ്. അപ്പോൾ n terms ആണ് സം ഓഫ് ദ നെക്സ്റ്റ് n terms പറഞ്ഞാൽ S2n minus Sn. Remember this. This is here. 2S10 equal to S20 minus S10. ഇപ്പുറത്തേക്ക് മാറി 3S10 is equal to S20. You have a condition. 3 times S20. And we are given second term is also 13. That we will do after solving it. ഇതൊന്ന് സോൾവ് ചെയ്തേ. What's the formula for your S10? That is 3 times S10 means n by 2. 10 by 2 into 2a plus 9d. That is called your S10. Now S20 you tell me. It is 20 by 2 into 2a plus 19d. Okay. This 2 cancel. 10 here cancel. You got a 2. Above we got a 6a plus what there then 27d equal to 4a plus 38d. അല്ലേ? അപ്പോൾ 2a is equal to 11d. 27. ഈ 27d അപ്പുറത്തേക്ക് കൊണ്ടുപോയി 4a ഇവിടെ കൊണ്ടുവന്നു 2a minus. That is. Now you are given second term. Also, we will go back. Also, the second term is T2. T2 എന്ന് പറഞ്ഞാൽ ആരാ? a plus d equal to 13. What do you want? You want common difference. അല്ലേ? d ആണ് വേണ്ടത്. അതുകൊണ്ട് eliminate a. What is a? a is equal to 13 minus d. Substitute over here. That is 2 into 13 minus d equal to 11d. This 26 minus 2d equal to 11d. You know how to calculate. 26 is equal to 13d. Therefore, d is equal to 2. Common difference is 2. Take out your answer. Look, this is your answer. Okay. We will move on to the next. Let x1, x2, so on, xn be in AP. So, AP തന്നിട്ടുണ്ട് x1, x2. AP യുടെ പ്രോപ്പർട്ടി അറിയോ? സം ഓഫ് ദ സഫിക്സ്, രണ്ട് ടേം എഴുതിയിട്ട് സം ഓഫ് ദ സഫിക്സ് എല്ലായ്പ്പോഴും ഈക്വൽ ആയാൽ ആ രണ്ട് സമ്മ് ഈക്വൽ ആയിരിക്കും. ലുക്ക്, ഐ വിൽ ടെൽ യു. നോക്കിയേ, ഇതാണ് ടേംസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ,
ഇവിടെ സഫിക്സ് 1 ആണ്, ലാസ്റ്റ് സഫിക്സ് ആണ്. അപ്പൊ 1 + 30 അത് 31 ആണ്. അപ്പൊ ഇതിന്റെ രണ്ട് സം തന്നെയാണ്. എവിടെ 31 വന്നാലും സെയിം. നോക്കൂ, 4ഉം 27ഉം 30. അപ്പോൾ ഇവിടെ 1 ആയി, ഇത് 2. ഈ x9ഉം x22ഉം അതും കറക്റ്റ് 31, അത് 3rd. ഇത് രണ്ടും അത് 4th. So you can write 4 times x1 plus x30 equal to 272. ഇനി എൻ്റെ ഹെൽപ്പിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക്. So you have your x1 plus, actually this t1 plus t30. x1 plus x30 എടുക്കുന്നതിന് പകരം t1 plus t30. x1 plus x30 is equal to, this will be divided by 272 divided by 4, 6, 8, 68 is your answer. Now what do you want? You want, look at this, the question. You want x1 plus x2 plus etc. plus x30. Sum of first 30 terms of an AP. And the formula 30 by 2, n by 2 into first term plus last term, because we calculated first term plus last term. That is x1 plus x30. Alright. So that will become 15 into, this is what there, 68. Okay. 5 into 8 means what there then? Actually this is 900 and last digit 0 varanam. That 900 ന്റെ അടുത്ത് അപ്പോൾ ചാൻസ് കാൽക്കുലേറ്റ് ചെയ്ത 1020. ഞാൻ പറഞ്ഞു മനസ്സിലായോ? 5 into 8 0 ആണ്. 0 വരാണ്. ഇതിന് ചാൻസ് ഉണ്ട്, ഇതിന് ചാൻസ് ഉണ്ട്, ഇതിന് ചാൻസ് ഇല്ല, ഇതിന് ചാൻസ് ഇല്ല. എലിമിനേഷൻ പ്രോസസ്. ഇനി നമ്മൾ നോക്കി 15 into 60 എന്ന് പറഞ്ഞാൽ 15 90, 900 സംതിങ്. അല്പം കൂടെ കൂടും, 900 അല്പം കൂടെ കൂടുക എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും 1020. ഓക്കെ, 1020. So that will be your answer. Your 13th one, that is 1020. Okay. Well, on to the next. There's another question you should note. Ready? A1, A2 are in AP. Then this much is asked there. That means 1 divided by root A1 plus root A2 plus 1 divided by root A2 plus root A3 plus 1 divided by root A3 plus root A4. നമ്മൾ എപ്പോഴും ഒരു റൂട്ട് കിട്ടിയാൽ try to rationalize. ഇതിനെ റാഷണലൈസ് ചെയ്യുക. ഇതിനെ റാഷണലൈസ് അറിയോ? Because you know A2 minus A1 is equal to A3 minus A2 and so on. This is called the common difference. അതാണ് കോമൺ ഡിഫറൻസ്. അതുകൊണ്ട് ഇതിനെ റാഷണലൈസ് ചെയ്ത റൂട്ട് A2 മൈനസ് റൂട്ട് A1 കൊണ്ട് ഞാൻ റാഷണലൈസ് ചെയ്യും. അപ്പോൾ ദിസ് വിൽ ബിക്കം റൂട്ട് A2 മൈനസ് റൂട്ട് A1 ബൈ A2 മൈനസ് A1. മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എന്ത് വരും? ഇറ്റ് വിൽ ബി റൂട്ട് A3 മൈനസ് റൂട്ട് A2 ഡിവൈഡ് ബൈ A3 മൈനസ് A2. A3 മൈനസ് A2 ആര് തന്നെയാ? ഡി തന്നെയാ. A2 മൈനസ് A1 ആരാ? ഡി തന്നെയാ. ഡിനോമിനേറ്റേഴ്സ് എല്ലാം ഈക്വൽ ആയാൽ യു ക്യാൻ ആഡ് ദ ന്യൂമറേറ്റർ എല്ലാം കൂട്ടിയാൽ മതി. പ്ലസ് ദിസ് വിൽ ബിക്കം റൂട്ട് A4 മൈനസ് റൂട്ട് A3 ഡിവൈഡ് ബൈ ഹിയർ ഓൾസോ ഡി. Well, every denominator, എല്ലാ ഡിനോമിനേറ്ററുകളും ആര് തന്നെയാണ്? ഡി. Therefore we can add up the numerator. ഈ A2 കട്ടായി, ഇവിടെ മൈനസ് A2, A3 കട്ടായി. So you got the answer root A4 minus root A1 divided by D. That's answer. പക്ഷേ ഡിക്ക് പകരം ഇവിടെ കണ്ടോ ഫസ്റ്റിലെ എന്താ അവിടത്തേക്ക് A3 minus A2. അപ്പോൾ നിങ്ങൾ കണ്ടാൽ A3 minus A2. We got the answer. So root A4 minus this first one. A is the answer. Right. ഇതുപോലെ എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. ഞാനിവിടെ 3 ടേമേ എടുത്തിട്ടുള്ളൂ. എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. On to the next question. The ratio of the sum of 3 terms of a GP. That means ratio of S3. Actually it is GP. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളാം. വായിക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്യണം. Every question has got its own language. ആ ലാംഗ്വേജ് മനസ്സിലാക്കുക. To the sum of the next 3 terms. ഇത് വീണ്ടും വന്നു. To the sum of. That means S6 minus S3. Okay, to the sum of the next 3. ആദ്യത്തെ 3 കഴിഞ്ഞു, അടുത്ത 3. അപ്പോൾ S6 minus S3. അതാണ്. To the next is 125 divided by 27. കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഫോർമുലയൊക്കെ ഇടും അല്ലേ? അതല്ല. ഇത് നോക്കുക. ഈ ഡിനോമിനേറ്റർ 2 ടേംസ് ഉണ്ട്. You take the reciprocal first. I'll tell you. അപ്പോൾ S6 minus S3 divided by S3 equal to 27 divided by 125. ഇനി എന്താണെന്ന് അറിയാം? അതിനെ സ്പ്ലിറ്റ് ചെയ്തേ. This means S6 divided by S3 minus 1 is equal to 27 by 125. കണ്ടോ റേഷ്യോ എത്ര സിമ്പിൾ ആയിട്ട് വന്നു നോക്കിക്കേ. ഈ 1 അപ്പുറത്തേക്ക് മാറ്റാൻ പോവാ. ഇനി ഞാൻ ഫോർമുല ഇടും. S6ന്റെ ഫോർമുല A into R raised to 6
minus what there then 1 divided by r minus 1. You know the formula. GP and Marakalle. S3 a into r raised to 3 minus 1 divided by r minus 1. Okay. Formula equal to 1 uppertake boy 27 divided by 125 plus 1. That's 152 divided by 125. Look, this r minus 1 cancelled, okay. A and a cancelled. This r raised to 6 minus 1. How do you write that r raised to 6 minus 1? That's r cube minus 1 into r cube plus 1. A square minus b square formula. Divide by r cube minus 1 equal to 152 divided by 125. This r cube minus 1 also cancel. How simple that question. All right. So this is, it will become r cube is equal to 152 divided by 125 minus 1. We into 27 divided by 125. That means 3 cube divided by 5 cube. Okay. That means your r is equal to 3 by 5. The common ratio is asked. What's the question asked there? Your question is, so then the common ratio of the GP is there, and we got what there then? 3 by 5. 3 by 5. Where is 3 by 5? That sixth one is C. Third. C is your answer. Okay. On to the next. The sum of first 10 terms of the series, look at the series. 1 plus x into y, 1 plus x square into y square, 1 plus x square plus x, this term is an additional term there, 1 plus x square plus x cube, etc. there. Ithara either question vannalu orthu vechollണം. E 1 plus x plus x square, 1 plus x cube, multiply and divide by 1 minus x. Formula ormendo. That is 1 plus x into 1 minus x. That is 1 minus x square. 1 plus x square into 1 minus x. That is 1 minus x cube. Either sequence I do. So what I do is this. This s is equal to the question. രണ്ട് സൈഡിലും 1 minus x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ്. അപ്പോൾ നമ്മുടെ എസ് എന്ന് പറയുന്നത് 1 by 1 minus x, ഞാൻ അതിനെ ഡിവൈഡ് ചെയ്തു, എന്നിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ ഫസ്റ്റിൽ 1 minus x വരും, 1നെ മൾട്ടിപ്ലൈ ചെയ്തു. ഈ 1 plus x into 1 minus x അത് 1 minus x square into y എന്ന് വരും. പ്ലസ് അടുത്ത 1 plus x square plus x cube, 1 minus x ആയി, ഇത് 1 minus x square. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 1 minus x cube into y square എന്ന് വരും. അടുത്തതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 1 minus x raised to 4 into y cube എന്ന് വരും. ഇങ്ങനെ ആ സീരീസ് പോകും. നമുക്ക് എത്ര ടൈംസ് ആ വേണ്ടത്? n ടൈംസ്. റൈറ്റ്. അപ്പോൾ ഇനി രണ്ട് സീരീസ് ആയിട്ട് അതിനെ മാറ്റണം. രണ്ട് സീരീസ് ആയിട്ട് മാറ്റുക. This is equal to 1 by 1 minus x into, ഏതാ ഈ രണ്ട് സീരീസ്? 1 plus y square. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേമുകളെല്ലാം ഈ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ y സ്ക്വയർ കൊണ്ടും, അപ് ടു n ടൈംസ്. Then minus of, അവിടുത്തെ ഫസ്റ്റ് ടൈം x, പിന്നീട് x square y, പിന്നീട് x cube y square, etc. to n times. Okay. അപ്പോൾ ഇത് sum of first n times of a GP whose first time is 1, common ratio is y. ഇവിടെയാണ് ഇതും GP, first time എന്ന് പറഞ്ഞാൽ x, common ratio എന്ന് പറഞ്ഞാൽ xy. Second term by first term ആണ്, xy ആണ് common ratio. So it is answer 1 by 1 minus x into, ഇതിന്റെ ഫോർമുല a 1 into 1 minus y raised to n divided by 1 minus y minus, ഇവിടെ ഫസ്റ്റ് ടൈം അത് x into 1 minus ആരാണ് ഇവിടെ xy the whole raised to n divided by 1 minus xy. Take your answer now. That is your answer. 1 by 1 minus x into, let's see the options. We can see 1 by 1 minus x into 1 minus y raised to n by 1 minus y, 1 by 1 minus x into 1 minus y raised to n by 1 minus y
minus x into 1 minus x raised to n y raised to n. Yes, you got your answer. This is your C is your answer now. 1 by 1 minus x into 1 minus y raised to n by 1 minus y minus x into 1 minus x raised to n y raised to n by 1 minus xy. So mark this question, keep this in mind. How do we multiply and we get it? Okay. Quick look at the question. This is 1 plus x, 1 plus x plus x square, 1 plus x plus x square plus x cube. So multiply and divide by 1 minus x. Right. On to the next. Logarithm of 5 means actually it is log natural to the base e, whatsoever be. Log of 5, log of 5 raised to x minus 1, log of this r in AP. The moment you read this question, that means, എന്തോ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് വായിക്കുക ലോഗ് 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 3 ലോഗ് എ പി എന്ന് പറഞ്ഞാൽ ഉടൻ ഓർത്തോണം ദ നമ്പേഴ്സ് ആർ ഇൻ ജി പി വേറെ ഒരു സിംപ്ലിഫിക്കേഷൻ പോകരുത് ബേസസ് ഷുഡ് ബി സെയിം ഇവിടെ ഇ ആണ് ഇ ആണ് ഇ ആണ് അപ്പൊ ലോഗരിതം ഓഫ് എ this you keep in mind logarithm of b logarithm of c are in ap ap എന്ന് പറഞ്ഞാൽ ഈ a b c they are in gp so immediate എന്താ gp യുടെ പ്രോപ്പർട്ടി square of the middle is equal to first into third means b square is equal to ac ap യുടെ എന്താണെന്ന് ഞാൻ ഇപ്പോ പറഞ്ഞത് twice the middle is equal to first plus third. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ middle എന്ന് പറഞ്ഞാൽ 5 raised to x minus 1 the whole square equal to first into last 5 into 5 raised to x minus 11 by 5. നീ എങ്ങനെയാ ചെയ്യുന്നത്? Put your വിഷമം is equal to t. ആരാ ഇവിടുത്തെ വിഷമം? 5 raised to x. So we take 5 raised to x is equal to y or t, whatever you like. So it will become t minus 1 the whole square equal to 5 into t minus 11 by 5. ഈ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. You could have expanded. Okay, t square minus 2t plus 1 equal to 5t minus 11. ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ കാണട്ടെ. ഇപ്പുറത്തേക്ക് വരട്ടെ. It is t square minus 7t minus plus 12 equal to 0. This is a quadratic equation t. You know you can cancel, calculate it either by quadratic formula or by factorization. Okay, 7 വന്നു immediate t minus 4 into t minus, I have taken t, but I told it is what there then? Y. So this is not y, it's t I have taken. Okay, fine. That is t minus 3 is equal to 0. Well, what's your t? Your t is 5 raised to x is equal to 4. It means your t is equal to 4, t is equal to 3. Okay, 5 raised to x is equal to 4. Take a log on both sides, log natural. So x is equal to log 4, log natural 4. That's what I write, ln. And 5 raised to x is equal to 3. That is admissible. That is, therefore, x is equal to log natural 3. Log natural 3 means logarithm of 3 to the base e. But log 4 and log 3, well, log, this is 5, 2. So it's not log natural, it is to the base 5. To the base 5. It's not log natural to the base 5. Because this is 5 raised to x, taking log only, log only. Otherwise, log 4 by log 5. You should write log 4 by. This is logarithm of 4 to the base 5. This is logarithm of 3 to the base 5. This can also be written as log natural 4 divided by log natural 5. The option can be like that. But here log 4 to the base 5, log 3 to the base 5. So your answer is A. Okay? എപ്പോഴും ഓർത്ത് വെക്കുക logarithm logarithm are in AP, the numbers are in GP provided the base of the logarithm must be same. Logarithm the base is same ആയിരിക്കണം. Okay. Well, on the 18th question there. That's the 3rd, 7th and 12th terms of an AP are 3 consecutive terms of a GP. Okay. നോക്ക് T3, T7, T12 of an AP are consecutive terms of a GP. Wonderful idea. Then the common ratio of the GP is, look at the way I solve. What is T3? What's you want common ratio? This GP യുടെ 3 consecutive terms ആ. എന്താണ് common ratio? Second by first. അതായത് T7 divided by T3. എന്താണ് അടുത്തത്? T12 divided by T7. അല്ലേ? ഇനി I apply the property of ratio. That means this is equal to എന്താണ് T7 A plus 6D divided by എന്താണ് T3 A plus 3D.
equal to എന്താണ് T12 A plus 11D divided by എന്താ T7 A plus 6D common ratio. ഇത് GP-യിലാണെന്ന് പറഞ്ഞ ഈ ടേംസ് എന്ന് പറഞ്ഞാൽ AP-യുടെ ടേംസ് ആണ്. ആ ടേംസിന്റെ വാല്യൂസ് GP-യിലാണ്. ഓർമ്മയുണ്ടോ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത്? ഒറ്റ സ്റ്റെപ്പിൽ കോമൺ റേഷ്യോ നോക്കാം. If A by B is equal to C by D, then each will be equal to A minus C by B minus D. ഓർത്ത് വെച്ചോളുക. Look, this each will be equal to ഇതാണ് വലുത്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യാൻ പോവാം. A plus 11D minus of A plus 6D divided by A plus 6D minus of A plus 3D. Or refer to the answer I. A and A cancel. 11D minus 6D, that's called 5D. A and A cancel. 6D minus, that is 3D. D and D cancel. And what is this? Your common ratio is 5 by 3. Your common ratio is 5 by 3. Look. Take out 5 by 3. Where is your 5 by 3? Common ratio. This is 6D minus 3D. Correct? 5 by 3 is your answer. 5 by 3. You are 8 in 1. That is 3rd, 7th, 12th. 3rd, 7th, 12th. This is okay. Actually, there is one calculation error. This is A plus 2D. A plus 2D. This is A plus 2D. Actually, this is 5 by 4 itself. 5 by 4 itself. That's my calc. This is A plus 2D. So that this will become A plus 2D. When we simplify this, A plus 2D. So A plus 6D minus A plus 2D, therefore 4D. 5D by 4D, that is equal to 5 by 4. This is 3rd term, A plus 2D. 7th term, A plus 6D. 12th term, this. Alright. So this numerator, 6 minus 2 here, that is 4. 11 minus 6, that is 5. So immediately that will be 5 by 4. 5 by 4. This is 5 by 4. So the answer, first one is correct. Well, so remember this technique of 3 terms are consecutive terms of a GP. Calculate. On to the next. The sum of the series there then. Okay, fine. This is sigma n is equal to 8 to 17. 1 divided by n plus 2 into n plus 3. N plus 2 into n plus 3 is equal to. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്? ഇത്തരം ക്വസ്റ്റ്യൻ വന്നാൽ ഇത് AP-യോ GP-യോ ഒന്നുമല്ല. ഇത് n plus 2, n plus 3 ഇതിന്റെ ഡിഫറൻസ് എത്രയാ? 1. So immediately you can write is sigma 1 by n plus 2 minus 1 by n plus 3. ഓർത്ത് വെക്കുക, ഇന്റഗ്രേഷനിൽ ഇത് ആവശ്യമാണ്. 1 by ചെറുത് മൈനസ് 1 by വലുത്. അതാണ് അതിന്റെ ടെക്നിക്. So n plus 3 minus of when you simplify and your n is equal to what there? 8 to 17. അതിനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. n is equal to 8 we substitute. 1 by 10 minus 1 by 11. ഒരുമിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1 by 10 minus 1 by 11. അടുത്ത 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇത് വരുമ്പോൾ 1 by 11 minus 1 by 12. Plus etc. Last substitute ചെയ്തേ. 1 by 19 minus 1 by 20. കണ്ടോ? ഈ നെഗറ്റീവ്, ഈ പോസിറ്റീവ്, ഈ നെഗറ്റീവ് succeeding positive cut ചെയ്തു. You got the answer 1 by 10 minus 1 by 20. 1 by 10 means 2 by 20. That is equal to 1 by 20. Your answer 1 by 20. D is your answer. Alright. So on to the next question. And that's the last question of the sequence and series. And we will move on after this. We will move on to matrices and determinants. Okay, this is also a very tricky question. Look at the question. 1 into 1 plus 2 into 1 plus 3 plus 3 into 1 plus 3 plus 5. Okay, plus 10 into 1 plus 3 plus 5 plus etc. plus 19. Today I taught you. Noku, this odd number. This first 2 odd number. First 3. ഞാൻ എന്താ പഠിപ്പിച്ചു തന്നേ? n square എന്ന് പഠിപ്പിച്ചു തന്നു. So this will become 1 into 1. I say that all right. This is 1 cube. 1 cube or 1 square or whatever you like. ഈ 1 plus 3 എന്ന് പറഞ്ഞാൽ ഇത് 2 square ആ. 2 into 2 square ആയി. This is 2 into 2 square. This is 3 into 3 square. അല്ലെങ്കിൽ കൂട്ടി നോക്കിക്കോ. This is equal to 10 into 10 square. Look. So this is equal to what there? 1 cube plus 2 cube plus etc. plus 10 cube. What's the formula?
n into n plus 1 by 2 the whole square. 10 into 10 plus 1, 11 by 2 the whole square. That is 55 the whole square. 55 എന്ന് പറഞ്ഞാൽ 50ന്റെ സ്ക്വയർ 2500. 2500ന്റെ അടുത്ത് this is wrong, this is wrong, this is also wrong, this is also 2500ന്റെ അടുത്ത് വരുന്നത് അല്ലേ? അപ്പോൾ ഇതും തെറ്റ്. So you got the answer without calculation 3025. Your answer will be 3025. ഉണ്ടോ? ഒന്നും കാൽക്കുലേറ്റ് ചെയ്തില്ല. 55 ഇതൊക്കെ നിങ്ങൾ നോക്കണം. 15ന്റെ സ്ക്വയർ 2500, അതിനേക്കാൾ കൂടുതൽ 2500 കൂടുതൽ ഇവിടെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. That is 3025. Right? That is your sequence and series. Now on to the 21st question. If a square matrixിലേക്കാണ് കടന്നേക്കുന്നത് is a unit matrix. ഈ സ്ക്വയർ ഓഫ് ദ മെട്രിക്സ്, ഈ മെട്രിക്സിന്റെ സ്ക്വയർ, അതായത് മെട്രിക്സ് എ ബി എ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഈസ് ദ യൂണിറ്റ് മെട്രിക്സ്. എന്താ യൂണിറ്റ് മെട്രിക്സ്? 1001. ഇത്രയൊന്നും എഴുതണ്ട. ഈ മെട്രിക്സിന്റെ സ്ക്വയർ കാണാനുള്ള ടെക്നിക്കൽ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് എളുപ്പത്തിൽ. അപ്പോൾ ഇതിന്റെ എന്താ പറഞ്ഞാൽ എ സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ പ്ലസ് എ ബി, അത്രയുള്ള കാര്യം, വേറെ ഒന്നുമില്ല. That is equal to, ഇവിടെ ഉണ്ടാവണം, ഇവിടെ ഉണ്ട്, ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. I don't calculate that at all. So equal to, ഇവിടെ എന്ത് വന്നു? That is equal to 1 0. അപ്പൊ എന്ത് കിട്ടിയോ? എ സ്ക്വയർ പ്ലസ് എ ബി എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടും 1 ആയിരിക്കണം. What will be your b? b will be equal to 1 minus a square by a. Look at the answer. b is equal to 1 minus a square by a. ഞാൻ സ്ക്വയർ ചെയ്തില്ല, മൾട്ടിപ്പിൾ ഇല്ല. ഫസ്റ്റ് എലമെന്റ് ഈക്വൽ ടു ദിസ് വൺ. അതാണ് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ടെക്നിക്കൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. On to the next question, that is 22. If a is equal to this, then ഈ മെട്രിക്സ് ഇക്വേഷൻ കിട്ടാൻ ഒരു ടെക്നിക്ക് ഉണ്ട്. ഐജീൻ വാല്യൂസ് എന്നൊക്കെ പറയുന്ന ഒരു ടെക്നിക്കാണ്. അത്രയൊന്നും നിങ്ങൾ ഓർക്കണ്ട, ഞാൻ ഈ പറഞ്ഞ് ഓർത്താൽ മതി. ഏത് സ്ക്വയർ മെട്രിക്സ് ആയാലും അതിന്റെ ഡയഗണലിൽ നിന്ന് എ സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് ആ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഡിറ്റർമിനന്റ് ഓഫ് 1 മൈനസ് എ 5, 0 2 minus a will be equal to 0. So expand ചെയ്ത് ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് അറിയാം. 1 minus a into 2 minus a minus 0 equal to 0. ഓപ്പൺ ചെയ്യടോ. a square minus 3a plus 2 വരും. But there is no 2. No 2 can be added to the matrix. അപ്പൊ ഇത് 2 ആരായിരിക്കണം? I equal to 0. Your answer is with you without any effort. a square minus 3a plus 2i equal to 0. ഈ 2 എന്ന് പറയുന്നത് മെട്രിക്സ് ക്യാൻ ബി ആഡഡ് ടു എ മെട്രിക്സ്, മെട്രിക്സ് കനോട്ട് ബി ആഡഡ് ടു എ സ്കെലാർ. അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ കോൺസ്റ്റന്റിന്റെ കൂടെ എല്ലായ്പ്പോഴും എന്തായിരിക്കണം? ഐ ആയിരിക്കണം. ഐഡന്റിറ്റി മെട്രിക്സ്, സെക്കൻഡ് ഓർഡർ ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ എ സ്ക്വയർ മൈനസ് 3a പ്ലസ് 2i ഈക്വൽ ടു 0. നിങ്ങളാണ് എന്ത് ചെയ്യും? നിങ്ങൾ എ സ്ക്വയർ കാണും, പിന്നെ അതിനായിട്ട് ഓരോ ഓപ്ഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ? ഓക്കെ. The number of 3x3 matrices with entries. ഒരു 3x3 മെട്രിക്സ് എന്ന് പറയുന്നതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടാവും? ഇത് ആക്ച്വലി ഇറ്റ്സ് എ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ അല്ലേ? ഒരു 3x3 മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 3x3. ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, തേർഡ്. അതായത് a11 a12 a13 ഓക്കെ a21 ഇങ്ങനെ 3 എലമെന്റ്സ്. എത്ര എലമെന്റ്സ് ഉണ്ട്? ഇത് ഓരോ ഇടത്തും either 1 or -1. So this can be filled in how many ways? 2 ways. This can also be filled in how many ways? 2 ways. So the total will be equal to what? There 2 to the power 9. Take out your answer. E is your answer. 2 to the power 9. The first place means a11 can be filled in 2 ways, a12 can be filled in 2 ways, and so on. That is 2 raised to 9. ഇനി ഞാൻ ഈ ക്വസ്റ്റ്യൻ മാറ്റുക. 0 1 -1 എന്ന് പറയുകയാണെങ്കിൽ എത്ര എൻട്രീസ് വരും ഇവിടെ? 3. അപ്പൊ 3 into 3 into 3 into എത്ര ടൈംസ് വരും? 9. ഏത് നമ്പറും ചോദിക്കാം. അതൊരു സെക്കൻഡ് ഓർഡർ ആയിരുന്നെങ്കിലോ ഇവിടെ ആണെങ്കിൽ 2 raised to 4. സെക്കൻഡ് ഓർഡറിൽ m/n എന്ന് പറഞ്ഞാൽ m into n എലമെന്റ്സ് എന്നാ. അപ്പൊ സെക്കൻഡ് ഓർഡറിൽ 2 into 2 എലമെന്റ്സ് ആയിരിക്കും വരിക. ഓക്കെ, പെർമ്യൂട്ടേഷനോടെ കണക്ട് ചെയ്തേക്കുന്ന. അടുത്ത, if a is this matrix, third order, then the sum of the diagonal entries of a inverse അല്ലേ? സം ഓഫ് ദ ഡയഗണൽ എൻട്രീസ് എന്താണോ? സം ഓഫ് ദ ഡയഗണൽ എൻട്രീസ് എന്ന് വിളിക്കുന്ന പേര് ഓർമ്മയുണ്ടോ? ട്രേസ് ഓഫ് എ മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ സം ഓഫ് ദ ലീഡിംഗ് ഡയഗണൽ ഓർ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ട്രേസ്. TRACE, ട്രേസ് ഓഫ് എ മെട്രിക്സ്. ഇപ്പൊ എ ഇൻവേഴ്സിന്റെ സം ഓഫ് ദ ഡയഗണലാണ് ചോദിച്ചേക്കുന്നത്. പെട്ടു അല്ലേ? എ ഇൻവേഴ്സ് കാണണം. ഇത് വെയിറ്റ്. ഫസ്റ്റ് യു ഫൈൻഡ് ഔട്ട് ഡിറ്റർമിനന്റ് എ. എന്താണ് എ ഇൻവേഴ്സിന്റെ ഫോർമുല? എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 by ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ. അഡ്ജോയിന്റ് എ ആരാ?
ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ് ഓഫ് കോഫാക്ടേഴ്സ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ആദ്യം ഡിറ്റർമിനന്റ് എ കാണുക. നിങ്ങൾക്കറിയാം എ ഇൻവേഴ്സ് എത്ര ലെങ്തി ആണ് കണ്ടുപിടിക്കുന്നത്. ഡിറ്റർമിനന്റ് എ പറഞ്ഞ് എക്സ്പാൻഡിങ് ടു ദ ഫസ്റ്റ് 0 -1 into ഇതോട്ട് 2 - 3 that is -1 plus 2 into 1 - 6 1 - 2 into 1 - 6 that is 1 - 6. Is it correct? 0 into this 2 into 1 - 6. Okay. So this will become 1, then -10, that is -9. You are getting, your determinant is -2, 0, 1, 2, then 1, 2, 3, 3, 1, 1. So 0 is there, 1 into 1 - 9. This is 1 -1 into 1 - 9. 1 - 9 is -8. Okay. 2 into 1 - 6. That is -8 -8. Then minus of. It will become +8. So it is -2. See? Minus of -8. -1 into 1 - 9. 2 into this. So it is +8 -10. +8 -10 is 2. So your determinant A is equal to -2. ഇനി എങ്ങനെയാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്? ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ സ്ക്വയർ മെട്രിക്സിന്റെ ലീഡിംഗ് ഡയഗണൽ എലമെന്റ്സ് വിൽ നെവർ ചേഞ്ച്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി കഴിഞ്ഞു. Your answer will be equal to 1 by determinant A into I write C11 plus C22 plus C33. കണ്ടോ? അഡ്ജോയിന്റ് ആയാലും കോഫാക്ടർ ആയാലും ആ ലീഡിംഗ് ഡയഗണലിന്റെ കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ മതി കുഞ്ഞുങ്ങള്. സോ യുവർ ആൻസർ ഈസ് വെരി സിമ്പിൾ, 1 by -2 into. ഇനി എങ്ങനെയാണോ C11? Delete the row, first column, 2 - 3. 2 - 3 ആണ് ആദ്യത്തെ C11 പ്ലസ്. ഇനി C22 കാണുന്നത് എങ്ങനെയാ? സെക്കൻഡ് റോ സെക്കൻഡ് കോളം. അപ്പൊ 0 - 6 that is 0 - 6. സെക്കൻഡ് റോ കട്ട് ചെയ്യണം, സെക്കൻഡ് കോളം 0 - 6. കാൽക്കുലേഷൻ നിങ്ങൾ നോക്കിക്കൊള്ളണം. Then third C33 കാണുന്നത് എങ്ങനെയാ? തേർഡ് റോ തേർഡ് കോളം 0 - 1 0 - 1. You got your answer. ഇതാരാന്ന് പറഞ്ഞേ? -1. ഇതാരാന്ന് പറഞ്ഞേ? -6 -1. So it is 1 by -2 into, that is 1 by -2 into -8. അപ്പോൾ that is equal to 4. കണ്ടോ? A ഇൻവേഴ്സ് കണ്ടുപിടിക്കാതെ ഈ സം ഓഫ് ദ ലീഡിംഗ് ഡയഗണൽ എലമെന്റ്സ് ഓഫ് A ഇൻവേഴ്സ് കണ്ടുപിടിച്ചുണ്ടാവും. കീപ് ദിസ് ഇൻ മൈൻഡ്. ഇതിനെ വിളിക്കുന്ന പേര് ട്രേസ് ഓഫ് A ഇൻവേഴ്സ്. എന്താണ് ട്രേസ് ഓഫ് A ഇൻവേഴ്സ് എന്നും ഇത് ചോദിക്കാം. വെൽ, ഓൺ ടു ദ നെക്സ്റ്റ്. A is equal to this determinant. Determinant A is equal to 4, 6. എങ്ങനെയാണ് ഡിറ്റർമിനന്റ് A? ഇതൊരു അപ്പർ ട്രയാങ്കുലർ ഡിറ്റർമിനന്റ് ആണ്. അപ്പർ ട്രയാങ്കുലർ. അതിന് വാല്യൂ ഒന്നും നോക്കണ്ട, പ്രോഡക്റ്റ് ഓഫ് ദ ലീഡിംഗ് ഡയഗണൽ. സോ ഡിറ്റർമിനന്റ് A is equal to 4k². 4 into k into k. വേറെ ഒന്നും എക്സ്പാൻഡ് ചെയ്യണ്ട. ദിസ് is equal to 2, 5, 6 അല്ലടോ. സോ 4 കട്ട് ചെയ്ത് കളഞ്ഞ് that is equal to 64. Your k² is equal to 64 and k will be equal to plus or minus 8. Modulus of k will be equal to 8. So your answer is E again. Ready? On to the next question. ഇത് ട്രയാങ്കുലർ അപ്പർ ട്രയാങ്കുലർ ഡിറ്റർമിനന്റ് ആണ്. പ്രോഡക്റ്റ് എപ്പോഴും ലീഡിംഗ് ഡയഗണൽ ആയിരിക്കും ട്രയാങ്കുലറിന്റെ. വെൽ, say fx is equal to this determinant. X equal to -9 is a root of fx equal to 0. Then the other roots are. You have to simplify. f of x നോക്കി ഒന്ന് വായിച്ചു നോക്കണം. എപ്പോഴും ഡിറ്റർമിനന്റ് കിട്ടുമ്പോൾ ഞാൻ വായിക്കുന്ന പോലെ വായിക്കാം. നോക്കി, x37 2x2 x27 2 7 and 9 x36 3 and 6 and 9 7 2x. Right, immediately we said 2r1 plus r2 plus r3 linear operation. 2r1 എന്ത് കിട്ടി? x plus 9. So we take that x plus 9 out. x plus 9 എടുത്തു കഴിഞ്ഞാൽ 1 1 1 2x2 7 6x. Once you got ഒരിക്കലും നിങ്ങൾക്ക് ഈ 1 1 1 കിട്ടിയാൽ അതിനെ സബ്ട്രാക്ട് ചെയ്യുക. ഇനി എങ്ങനെ സബ്ട്രാക്ട്? ഈ 127 എക്സ് ഇല്ല, ബെസ്റ്റ് അത് എടുക്കുക. To C2 minus C1 to C3 minus C1. So we have x plus 9 into determinant 127 മാറ്റില്ല.
ഇത് മാറി 0, x minus 2, 6 minus 7 ആരാ -1, 0, ഇവിടെയും 0, x minus 7. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതൊരു ട്രയാങ്കുലർ അല്ലേ? അപ്പോൾ 1 into x minus 2 into x minus 7 ആടോ? x plus 2 into x minus 2 into x minus 7. Tell me, this is your fx and you want fx is equal to 0. Fx equal to 0 means x equal to minus, actually this is minus 9. So it is minus 9, then x is equal to 2, then x is equal to 7. So in the question it is the minus 9 is given, the other roots are 2 and 7. A is your answer. Hardly less than 1 minute you take. On to the next question. The equations lambda x minus y, 2x minus 3y, this. ഇപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ലീനിയർ ഇക്വേഷൻ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യുന്ന എല്ലാം നമ്പർ ഓഫ് ഇക്വേഷൻസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് ആ. ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇവിടെ 2 വേരിയബിളും 3 ഇക്വേഷനും ആണ്. എന്നിട്ട് പറഞ്ഞത് കൺസിസ്റ്റന്റ് മീൻസ് സൊല്യൂഷൻ ഉണ്ട്. കൺസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ എലിമിനന്റ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. എന്താ എലിമിനന്റ്? യുവർ ഡിറ്റർമിനന്റ് ഓഫ് all means coefficients and constant on one side. Lambda -1 -2. How come -1? ഇത് lambda x minus y minus 2 equal to 0. അങ്ങനെ വേണം എല്ലാ ഇക്വേഷൻ എഴുതാൻ. അപ്പോൾ lambda -1 -2. ഇപ്പുറത്താണ് 2 -3 lambda. ഈ മൈനസ് ലാംഡ എപ്പോഴും ഉണ്ട്. ഇവിടെ 3 -2 1 equal to 0. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, you get the answer of lambda. കാൽക്കുലേറ്റ് ചെയ്തേ. അത് ലാംഡ ഇൻറ്റു -3 plus 2 lambda plus 1 into 2 minus 3 lambda minus 2 into -4 plus 9. -4 plus 9 എന്ന് പറയുമ്പോൾ 5. -4 plus 9 equal to 0. We get the answer. -3 lambda plus 2 lambda square plus 2 minus 3 lambda minus 10 equal to 0. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. 2 lambda square minus 6 lambda, അല്ലേ? 2 lambda square minus 6 lambda minus 8 is equal to 0, or lambda square minus 6 lambda 3 lambda minus 4 equal to 0. So we get the answer. നിങ്ങൾക്ക് അറിയാം, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. a minus b plus, അപ്പോൾ ലാംഡയുടെ വാല്യൂ ക്വിക്ക് ആയിട്ട് -1, 4. Alpha is equal to -1, beta is equal to what there? -c by a. Secret of quadratic equation. Okay. -1, 4. What is -1, 4? That is D is your answer. Your answer is D. Okay. Now on to next question. That is delta is equal to. So delta is equal to, you get that answer. What is this? Omega. This really, omega not equal to 1 means omega is a non-real cube root of unity, where omega cube is equal to 1, then delta is equal to. But okay, so this omega raised to 4, we write omega, because omega cube is equal to 1 means omega raised to 4 is equal to omega. Right. ഇവിടെ ഒരു -omega square കണ്ടു, ഇവിടെ ഒരു omega square കണ്ടു. നമ്മൾക്ക് സിംപ്ലിഫൈ ചെയ്യുന്നു. So what do we do is this? We will C2 plus C3. Okay. Or we simplify. Just അപ്പോൾ ഇവിടെ ഡിറ്റർമിൻ 1 1 1, C1 ന് മാറ്റമില്ല, C2 മാറാൻ പോകും. ഇത് 2 ആയി. ഈ -omega square മാറി -1 ആയി. ഇവിടെ ഒമേഗ മാറി 2 omega ആയി. 1 omega square omega. ഇത്രയുള്ള കാര്യം. Equal to. അതാണ് സിംപ്ലിഫൈഡ്. ഇനി നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി, വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം. So we will simplify. This is equal to, delta is equal to 1 into, simplify the -omega minus 2 omega cube. -omega means -2 into omega minus omega square. അടുത്ത +1 into 2 omega plus 1. Okay. ഒന്നുകൂടെ 1 into -omega minus 2 omega. എന്നാ -2 omega cube, അപ്പം -omega minus 2. ഇവിടെ -2 omega plus 2 omega square. ഇവിടെ +2 omega plus 1. അപ്പം -2 omega പോയി, ഈ omega പോയി. പിന്നീട് this will be -2 ഉം 1 ഉം വന്നു. This is -omega, പിന്നെ -1, പിന്നീട് +2 omega square. ഈ -2 -1. What is, ഇത് ഓർമ്മയുണ്ടോ? What is -omega? 1 plus omega plus omega square equal to 0 ആണ്. അപ്പോൾ omega square എന്ന് പറഞ്ഞാൽ -1 minus omega ആണ്. ഇതിനെ രണ്ടിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത്.
Omega square is minus 1 minus omega. But minus 1 minus omega is omega square. Omega square plus 2 omega square, what do you get? 3 omega square. Your answer 3 omega square. So B is your answer, 3 omega square. Well, we'll move on to the next question. 1 by root 2 minus, this is 1 by root 2 trigonometry. So this u will be equal to cos of pi by 4 minus sine of pi by 4, sine of pi by 4, sine of cos of pi by 4, sorry, cos of pi by 4. Theta is another cos of pi by 4. This is a rotation matrix. This is U inverse will be equal to U transpose. So this is cos theta minus sin theta cos theta. What 1 by root 2 can do this. Now U inverse U transpose. Answer is value. General cos theta minus sin theta cos theta. E minus clockwise, anti-clockwise theory explain. On to the next. Look, this E into matrix e raised to x, e raised to y, e raised to y, e raised to x equal to 1, 1, 1, 1. Right? E into e raised to x on the multiply the scalar multiplication. E into e raised to x equal to 1. E into e raised to x on a raised to m into a raised to n. Arado, e raised to x plus 1 is equal to 1. That means your x plus 1 is equal to, and e 1 in the e raised to 0, x plus 1 equal to 0, x is equal to minus 1. Very simple. X is equal to minus 1. Then the value of x and y are, okay, x and y, even the E x in the sign of the E going to the name multiply E going. Either bola E raised to y plus 1 is equal to 1. 1 on the Varna E raised to 0. Above y at a value minus 1. Both x and y are minus 1 and minus 1. Well, on to the next. Is A in the matrix? Isn't the multiplication? The conformability. BC into A. Matrix in a pudding ortho cholnum. RC in the get abbreviation Roman Catholic. I take with their permission R for row and C for column. Matrix not the Muluan RC or to a Kagunangala. Up then the order on the Varanal RC and RC M rows N columns. But BC angle we will write the order of B N by P. BC. In C at order P by Q. Okay, number of columns of the first is equal to well. Up is the value 3 N by Q. That's why I multiply A multiply A order M by N. If this is possible, Q should be equal to M. The answer Q should be equal to M. This is possible only if Q is equal to M. Every day Q is equal to M. The first option. M is equal to Q. Well, on to the next. This is the last column B plus C. A good on so immediately we write to C3 plus C2. To C3, all right. That delta will be determined 1, 1, 1. A, B, C. A plus B plus C, A plus B plus C, A plus B plus C. Ariala common this C1, third column, and the first column, they are proportional. Answer and B will be equal to. So this is equal to 0 because C1 is equivalent to C3. Proportional. A plus B plus C common, you get the answer. See the way. Well, if this is a singular, and then a singular matrix in the formula, determinant is equal to 0. Determinant of a matrix is 0, the matrix is called singular. Singular and determinant 1, 2, 4, 1, 3, 5, 1, 4, A equal to 0. Calculate, you get the value of A. So, just expanding. 1 into 3A minus 20, 1 into minus 2 into A minus 5. Plus 4 into 4 minus 3, 1 equal to 0. Calculate 3A minus 2A, A, minus 20, plus 10, plus 4. Therefore, you have A is equal to 0. A is equal to 6. So, your answer A is equal to 6.
Well, we'll move on to the next question, 35. Look, this is another wonderful question. Where A is equal to 1, 1, 1. Find the value of A raised to 2023. Now, immediately you calculate A square. And then in the formula, 1 square plus 1, that is 2. 1 plus 1, that is 2. 1 plus 1, that is 2. 1 square plus 1, 2. Oh, I can take 2 out. 1, 1, 1, 1. Wonderful formula. That is 2 times A. Your A square is equal to 2 times A. അങ്ങനെയാണ് നോക്കടോ. A square is equal to 2 raised to 1. ഒരു അല്പം കോമൺ സെൻസ് മതി. This is 2 raised to 1A. A square 2 raised to 1A. ഒരു A കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് A cube. അപ്പൊ 2 into A square. A square എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആരാ 2 into 2A. അപ്പൊ എന്ത് കിട്ടി? 4 എന്ന് എഴുതരുത്. 2 square into A. സന്തോഷമായല്ലോ. ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 2. അങ്ങനെയാണ് A raised to 2023 ആരാ 2 raised to 2022 into A. 2 raised to 2022 into A. Your answer. Got it? അതാണ് എൻ്റെ മെത്തേഡ്. ഓർത്ത് വെച്ചോളുക. ഇത് അടുത്തതിലേക്ക് കടക്കുന്നു. ഇതൊന്ന് വായിച്ചു നോക്കി. 1 പ്ലസ് സൈൻ എക്സ്, സൈൻ എക്സ്. ഓ, ഇവിടെ ഒരു കോസ് എക്സ്, ഇവിടെ ഒരു കോസ് എക്സ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്യാം. ഇവിടെ ഒരു കോസ് എക്സ് മൈനസ് കോസ് എക്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് ടു C3 പ്ലസ് C2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു. ഇപ്പൊ ഡെൽറ്റ എന്ന് പറയുന്നത് 1 പ്ലസ് സൈൻ എക്സ്, സൈൻ എക്സ്. ഓക്കെ, ആർക്കാ മാറ്റം? C3ക്ക്. അപ്പൊ C2 മാറ്റമല്ല. കോസ് എക്സ് സൈൻ എക്സ്. ഇത് ആഡ് ചെയ്താൽ 1, ഇവിടെ ആഡ് ചെയ്താൽ 1 പ്ലസ് സൈൻ എക്സ്, ഇത് ആഡ് ചെയ്താൽ 1 പ്ലസ് സൈൻ എക്സ്. കാരണം ദിസ് ഇസ് സൈൻ എക്സ് ഇസ് ആഡഡ് C3 പ്ലസ്. ഇവിടെ കോസ് എക്സ് ആഡ് ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്ത് പോയി, ഇത് 1 ആയി. കണ്ടോ? ഇനി നോക്കിക്കേ, ഇവിടെ 1, ഇവിടെയും 1. ഇവിടെ 1 പ്ലസ് സൈൻ എക്സ്, ഇവിടെ 1 പ്ലസ് സൈൻ എക്സ്. അപ്പൊ എന്താ നമ്മൾ എഴുതുന്നത്? to R2 മൈനസ് R1. അതോടെ നമ്മുടെ ആൻസർ ആയി. to R2 minus R1. So delta will be equal to, കേക്കട്ടെ, 1 cos x 1. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ to R2 minus, no, it's not R2. ഇത് തമ്മിൽ വേണം സബ്ട്രാക്ട് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് മാറ്റി to C3 minus C1. ഈ കോളം സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ this is ഒക്കെ നോക്കിക്കൊള്ളണം. to C3 minus C1. അപ്പൊ ഡിറ്റർമിനന്റ് എഴുതി. ഡിറ്റർമിനന്റ് ആർക്ക് മാറ്റമില്ല. 1 പ്ലസ് സൈൻ എക്സ്, സൈൻ എക്സ്. ഇവിടെ കോസ് എക്സ് സൈൻ എക്സ്. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 1 പോരെ. എത്ര എളുപ്പമായി നോക്കിക്കേ. എക്സ്പാൻഡിങ് ത്രൂ ദ തേർഡ് കോളം. അപ്പൊ 1 into കേക്കട്ടെ, ദിസ് മീൻസ് കോസ് എക്സ് minus, this 1 into cos x minus cos x into 1 plus sin x. Okay, cos x into this. അപ്പോൾ ഇവിടെ ഇതിനെ സബ്ട്രാക്ട് ചെയ്തു. C3 minus C1. ഇവിടെ 0 ആയി, ഇവിടെ 1 plus sin x ആയി. What do you want to calculate? Integral 0 to pi by 2. This integral 0 to pi by 2. Fine. This is equal to, okay, fine. This is cos x, open, cos x minus cos x into sin x. Okay, cos x and cos x cancel. Therefore, your delta x is equal to minus sin x into cos x. Right? Minus sin x into cos x you are getting. Your fx will be equal to this C2. Well, that means you can write, this is enough. Now, what is your question? Your question is integral 0 to pi by 2 delta x. Let me do this one. This is equal to integral 0 to pi by 2 minus sin x into cos x. You can write this as sin 2x by 2, then integrate. Or cos x minus sin x is the derivative of cos x, isn't it? Minus sin x. So it will become cos square x by 2. Integration. Fx into f dash x, fx the whole square by 2. Within the limit, what they are then? 0 to pi by 2. Okay.
So this will be equal to, when you substitute, you get what there? Cos square pi by 2, 0, minus cos 0, 1 by 2, and final minus 1 by 2 is your answer. Where is your answer? Minus 1 by 2a. That is your answer. 35 there then. So minus 1 by 2. We'll move on to the next there then. 37. Look, this is A inverse. A inverse കാണാന്ന് അറിയാം, 1 by determinant A into adjoint A. ഇത് വളരെ എളുപ്പത്തിൽ ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്താൽ മതി. എന്താണ്? A is equal to I into A. A എന്ന് പറഞ്ഞാൽ 0, minus 1, 0, 1, 0, 0, 0, 0, minus 1 equal to I എന്ന് പറഞ്ഞാൽ 1, 0, 0, 0, 1, 0, 0, 0, 1 into A. ഇനി എന്താ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്? ഇന്റർചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ R1 and R2 are interchanging. അപ്പോൾ അവിടെ 1, 0, 0. നമ്മുടെ ഉദ്ദേശം ഇതിനെ I ആക്കി മാറ്റുക. എന്നിട്ട് ഇവിടെ 0, minus 1, 0, 0, 0, minus 1 equal to, ഇവിടെ ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പൊ 0, 1, 0, 1, 0, 0, 0, 0, 1 into A. ഇനി നിങ്ങൾക്ക് ഇതിനെ എങ്ങനെയാണോ I ആക്കുന്നത്? മൾട്ടിപ്ലൈയിങ് R2 by minus 1, R3 also by minus 1. You got your answer now. So this will become I. Left side will become I. രണ്ടു എഴുതാം. റൈറ്റ് സൈഡ് നോക്കിയേ, 0, 1, 0. R1 ഒരു മാറ്റമില്ല. ഇത് minus 1, 0, 0. minus 1 മൾട്ടിപ്ലൈ ചെയ്തു. 0, 0, minus 1 into A. നോക്ക്, A into A inverse. ഇൻവേഴ്സ് നോക്കടോ അവിടെ. 0, 1, 0, കോളം ഓഫ് A. ഇവിടെയാണ് നോക്കിക്കേ, കോളം ഓഫ് ദിസ്. അവിടെ കോളം വായിച്ചു, ഇത് റോ. ഇവിടെ കോളം വായിച്ചു, ഇവിടെ റോ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട് ദെയർ? A inverse is equal to what there? A transpose is your answer. A transpose ആണ്. ഇത് 1 ആണ്. A transpose there then. Okay? Right. On to the next question. Look, ഇത് വളരെ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ നോക്കുമ്പോൾ ലാസ്റ്റ് റോയിലാണ് 0. അപ്പോൾ അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ Z is equal to 1. ആദ്യത്തെ ആൻസർ കിട്ടി. Z is equal to 1. ഇത് തെറ്റ്. ഇത് മേ ബി. ഇത് തെറ്റ്. ഇത് മേ ബി. ഇതും ഓക്കെ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റോ കൊണ്ട് കുഞ്ഞുങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അത് 0 ആണ് ഇവിടെ. അതാണ് ഇത് 0, 0 ഉള്ളതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി അത് 4y plus 5z equal to 1. കണ്ടോ? 4y. അതിൽ Z നിങ്ങൾ കണ്ടുപിടിച്ചു. 4y plus 5 equal to 1 means y is equal to minus 1. അപ്പൊ രണ്ടാമത്തെ -1 വരണം. ഇത് തെറ്റ്. കണ്ടോ? ഇനി ഓപ്ഷൻ ഏതാണത്തെ? ഇത് ശരി. ഇനി ഞാൻ ചെയ്യുന്നില്ല. ആൻസർ കഴിഞ്ഞു. So your answer is D. X കണ്ടുപിടിക്കാതെ ആൻസറിലേക്ക് കടന്നു. Now on to 38. ഇതും ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. There is an x minus 1. Here is also an x minus 1. Here is also an x minus 1. അപ്പോൾ your f of x is equal to എന്ത് പറഞ്ഞു? x minus 1 into determinant 1, 2x, 3x. ഇവിടെ 1, x minus 1, x minus 2. 1, x, x. Okay, x minus 1 കോമൺ എടുത്തു കഴിഞ്ഞു. ഇനി you can easily to C2 or to C1, C1 minus C3 to C2, C1, C2 minus C3. Subtract ചെയ്ത് കഴിഞ്ഞാൽ you get x minus 1 into, അത് നിങ്ങൾ തന്നെ ചെയ്യുക, equal to 0. ഇത് to C1, C1 minus C3 to C2, C2 minus C3. പെട്ടെന്ന് കിട്ടുന്ന ആൻസറിലേക്ക്. On to this. This is A is equal to this, determinant is equal to this. പെട്ടെന്നൊരു തോന്നലുണ്ടാവും മെട്രിക്സ് പോലെ രണ്ടും കൂടി ഈക്വേറ്റ് ചെയ്യാവുന്ന. നോ, നെവർ. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം കുഞ്ഞുങ്ങൾ. ഡിറ്റർമിനന്റ് A ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത്, ഡിറ്റർമിനന്റ് A that is x into, എക്സ്പാൻഡ് ചെയ്യാൻ പോവാ, x into 7 ഇവിടെ ഇട്ടു. പിന്നെ മൈനസ് ഓഫ് 1 into 0 plus x. അടുത്ത മൈനസ് എക്സ് ഇൻറ്റു ഇവിടെ നിന്ന് വരുമ്പോൾ മൈനസ് എക്സ്. ഒന്നുകൂടെ എക്സ് ഇൻറ്റു 7 minus 0, minus 1 into 0 minus minus x, അതാണ് പ്ലസ് എക്സ്, മൈനസ് എക്സ് ഇൻറ്റു 0 minus x ഈക്വൽ ടു ഇവിടുത്തെ ഡിറ്റർമിനന്റ് പറഞ്ഞ ഇതുപോലെ തന്നെ 3 into 3 കണ്ടുപിടിച്ചു, മൈനസ് 3, 0. പിന്നെ പ്ലസ് 1 into ഇവിടുന്ന് സിംപ്ലിഫൈ ചെയ്തു 0, അത് കംപ്ലീറ്റ് 0. യുവർ ആൻസർ. സോ ദാറ്റ് ഈസ്, ദിസ് ഈസ് 7x minus x. This is 7x minus x plus x square equal to minus 9. You can calculate x square plus 6x plus 9 equal to 0. That is x plus 3 the whole square equal to 0. That means x is equal to minus 3. That is repeated root. X is equal to minus 3. A is your answer. On to the last question today. That is this. പരിചയമുണ്ടോ ഇതിനെ?
minus 1 minus iota root 3 by 2. That's called omega square. So A is equal to 1 omega square omega 1. Then A raised to 2023. ഞാൻ ഇന്ന് പഠിപ്പിച്ചു എങ്ങനെ A square കാണുന്നത്. A square is equal to 1 square plus 1. അപ്പോൾ ഇത് 2 എന്ന് കിട്ടും. Omega square plus omega square. That is 2 omega square. ഇത് omega plus omega 2 omega. അടുത്തത് വരുമ്പോൾ 2. കണ്ടോ? You can take a 2 out. So you get 2A. ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചു തന്നേ ഉള്ളൂ. A raised to 2 is equal to 2A. That is 2 raised to 1. A raised to 2023 is equal to 2 raised to 2022A. This is your answer. Okay? With this, we come to the conclusion of this session. Now, for the next session, that is for your chemistry, I invite Mr. Jorley to take the class. I hope all the best. I wish you all the best for your NCUN examination. Bye. ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കെമിസ്ട്രിയുടെ കീമിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈവ് സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബ്രില്യൻറ്റിൽ നിന്ന് കെമിസ്ട്രിയുടെ 3 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് തെർമോഡൈനാമിക്സ് ഉണ്ട് ഫിസിക്കൽ കെമിസ്ട്രിയിൽ, അതുപോലെ തന്നെ നമുക്ക് സർഫസ് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസുകളും, അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റ് 3 ചാപ്റ്ററുകളാണ് നമ്മൾ അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട 3 ചാപ്റ്ററുകളിലെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ നമ്മൾ ലൈവ് സെഷനിലേക്ക് നേരിട്ട് കിടക്കുന്നു. നമുക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ തെർമോഡൈനാമിക്സിൽ നിന്നുള്ളതാണ്. ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് process delta S is negative? Which of the following process delta S is negative? Delta S നെഗറ്റീവ് ആകുന്നത് നമുക്കറിയാം. ഡെൽറ്റ എസ് എൻട്രോപ്പി ചേഞ്ച് ആണ്. എൻട്രോപ്പി എന്ന് പറയുന്നാൽ ദ ഡിസോർഡർ ഓഫ് ഡിഗ്രി ഓഫ് റാൻഡംനെസ് ആണ്. എൻട്രോപ്പി ചേഞ്ച് ആണ് നമ്മളിവിടെ മെഷർ ചെയ്യുക. സോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ കാർബൺ ഡയമണ്ട് കാർബൺ ഗ്രാഫൈറ്റിലേക്ക് വരുന്നു. പലരും ഇപ്പം തന്നെ ആൻസർ അത് വന്നു കഴിഞ്ഞു. എസ് വെരി ഗുഡ്. അപ്പോൾ നമ്മൾ കാർബൺ ഡയമണ്ട് കാർബൺ ഗ്രാഫൈറ്റിലേക്ക് നമുക്ക് വന്നു. കാർബൺ ഡയമണ്ട് ഗ്രാഫൈറ്റിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ഡയമണ്ടിന്റെ ആ ഒരു റെഗുലർ പാറ്റേണിൽ നിന്ന് ഗ്രാഫൈറ്റിന്റെ ആ ഒരു സ്ലിപ്പറി നേച്ചറിലേക്ക് കുറച്ചും കൂടെ ലൂസ് ആയിട്ടുള്ള ഒരു നേച്ചറിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നു. സോ നമുക്കറിയാം എൻട്രോപ്പി ഇവിടെ കൂടുക ചെയ്തത്. ഡെൽറ്റ ഈസ് ബിക്കം പോസിറ്റീവ്. The disorder of degree or randomness increases. So that is why first option എന്ന് പറയുന്നത് ഒരിക്കലും ആൻസർ ആവില്ല നമുക്കറിയാം. Now we come to the second option. Nitrogen gas at 1 atm become nitrogen gas at 5 atm. 1 atm പ്രഷറിലുള്ള നൈട്രജൻ ഗ്യാസ് 5 atm നൈട്രജൻ ഗ്യാസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. If you are taking a piston, നമ്മൾ അതിൻ്റെ അകത്ത് നൈട്രജൻ ഗ്യാസ് നിറച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. സോ നൈട്രജൻ ഗ്യാസ് നിറച്ചിരിക്കുന്നു. ഇഫ് ഇറ്റ് ഈസ് അറ്റ് 1 atm പ്രഷർ ആൻഡ് ഇഫ് യു ആർ അപ്ലൈയിങ് പ്രഷർ, വാട്ട് വിൽ ഹാപ്പൻ? അപ്ലൈയിങ് പ്രഷർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ വോളിയം കുറയും. അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? നൈട്രജൻ മോളിക്യൂളുകൾ ക്ലോസ് ചെയ്യും, കുറച്ചും കൂടെ അടുത്ത് വരും. അങ്ങനെ അടുത്ത് വരുമ്പോൾ അവരുടെ എൻട്രോപ്പി എന്ന് പറയുന്നത് നെഗറ്റീവ് ആവും അല്ലേ? സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 ബിക്കോസ് ദേ കം ക്ലോസ് ടുഗെദർ. നൈട്രജൻ ഗ്യാസ് ബിക്കം ക്ലോസ് ടുഗെദർ ആൻഡ് ആസ് എ റിസൾട്ട് എന്താണ്? ഡെൽറ്റ ഈസ് ബിക്കം നെഗറ്റീവ്. നൗ വി കം ടു ദ തേർഡ് ഓപ്ഷൻ. ദാറ്റ് ഈസ് നൈട്രജൻ gas at 273 Kelvin will convert to nitrogen gas at 300 Kelvin. Here the temperature is increasing. What will happen as the temperature increases? As the temperature increases, what will happen? നമുക്കറിയാം അവിടെ എൻട്രോപ്പി കൂടും, ഡിസോർഡർ കൂടും, ഡിസോർഡർ ഓഫ് ഡിഗ്രി ഓഫ് റാൻഡംനെസ് കൂടും. അപ്പോൾ അതൊരിക്കലും ആൻസർ ആവില്ല. ഡെൽറ്റ ഈസ് പോസിറ്റീവ് ആകും. ഹൈഡ്രജൻ ഗ്യാസ് 2H ഗ്യാസിലേക്ക് മാറുന്നു. അപ്പം നോക്കിക്കുക, അവിടെ അറ്റോമൈസേഷൻ ആണ് നമ്മൾ നടത്തിയത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം അവിടെ എൻട്രോപ്പി കൂടുമെന്ന്, കാരണം അവിടെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് മാറും അല്ലേ? സോ എനിവേ ദ റൈറ്റ് ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. വെരി ഗുഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റിലേക്ക് വരാം. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു, കുറച്ചും കൂടെ കണ്ടന്റ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. ആൻസർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. കുറേ പേര് ആൻസർ റെഡിയാണ്, കുറച്ച് പേരുടെ IISER. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റിലേക്ക് വന്നാൽ ഡെൽറ്റ എസ് യു ഈസ് ഈക്വൽ ടു ഐസോകോറിക് വർക്കാണോ, ഐസോബാറിക് വർക്കാണോ, അഡിയാബാറ്റിക് വർക്കാണോ, ഐസോതെർമൽ വർക്കാണോ എന്നാണ് നമ്മൾ നോക്കുക. ആൻഡ് ഹിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q+W ആണ്. സോ ഡെൽറ്റ യു ഫോർ ആൻ അഡിയാബാറ്റിക് പ്രോസസ് നമ്മൾ പറയും ഫോർ ആൻ അഡിയാബാറ്റിക് പ്രോസസ് ഇഫ് ദ പ്രോസസ് ഈസ് അഡിയാബാറ്റിക് Q ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പോൾ Q 0 ആവുന്നത് അഡിയാബാറ്റിക് പ്രോസസ്സിലാണ്. ആൻഡ് ദാറ്റ് ടൈം ഡെൽറ്റ യു വിൽ ബി ഈക്വൽ ടു W അഡിയാബാറ്റിക്. സോ അഡിയാബാറ്റിക് വർക്ക് ഡൺ ആണ്. അഡിയാബാറ്റിക് പ്രോസസ്സിൽ Q0 ആണ്. ഈവൻ അതുപോലെ ഒരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഡെൽറ്റ യു എന്ന് പറയുന്നത് വർക്ക് അഡിയാബാറ്റിക് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് അഡിയാബാറ്റിക് വർക്ക് ഡൺ. ഓപ്ഷൻ 3 ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. Now we come to the question number 3. Given the reaction at 975 degrees Celsius and 1 atm, calcium carbonate giving calcium oxide plus carbon dioxide. Delta H തന്നിട്ടുണ്ട്. It is 176 kilojoule.
നമുക്ക് then delta E is equal delta E or delta U നമുക്ക് കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റേണൽ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് നമുക്ക് പോകാം. ഡെൽറ്റ യു എന്ന് പറയുന്നത് നമുക്കറിയാം is equal to delta H minus delta NGRT. ഈ ഇക്വേഷൻ നമുക്ക് എടുക്കാം. നമുക്കറിയാം ഡെൽറ്റ H is equal to delta U plus P delta V അല്ലെ? ഈ ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. നമുക്കറിയാവുന്ന ഫണ്ടമെന്റൽ ഇക്വേഷൻസ് ആണ്. ഡെൽറ്റ H is equal to delta U plus P delta V or delta H is equal to നമുക്കറിയാം delta U plus delta NRT. ഈ രണ്ട് ഇക്വേഷൻസുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ആ ഒരു ഭാഗത്ത് ഓർക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഡെൽറ്റ യു കണ്ടുപിടിക്കാനാണ് ചോദ്യം, ഓർ ഡെൽറ്റ ഇ എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഡെൽറ്റ യു കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ NGRT. സോ ഹിയർ വാട്ട് ഈസ് ഡെൽറ്റ എച്ച്? ഡെൽറ്റ എച്ച് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നു 176 കിലോ ജൂൾ. റിമെമ്പർ കിലോ ജൂൾ. യൂണിറ്റ് നോക്കി ചെയ്യണം, ബിക്കോസ് യൂണിറ്റ്സ് ആർ ഡോഗ്സ് ആൻഡ് ബിവെയർ ഓഫ് ഡോഗ്സ്. ബിക്കോസ് യൂണിറ്റ് നോക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിൽ യൂണിറ്റ് നമ്മളെ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് എത്രയാണ്? 176 ആണ്, മൈനസ് ഡെൽറ്റ NGRT. ഡെൽറ്റ NG എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ്. ഹിയർ ടോട്ടൽ നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് ഓൺലി ഗ്യാസ് ഇൻ ദ പ്രോഡക്റ്റ് സൈഡ്, സോ 1. ടോട്ടൽ നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് 0. സോ ഡെൽറ്റ N എന്ന് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര വരും? 1 മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 1. സോ വാട്ട് ഈസ് ഡെൽറ്റ N? ടോട്ടൽ നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് total number of gaseous reactant. So here it will be equal to നമുക്ക് എത്രയാണ് വരിക? 1 ആണ് വരിക into R. R is a gas constant and we know it is 8.314 and remember divided by 1000 നമ്മൾ ചെയ്യണം, because എന്താണ്? കിലോ ജൂളിലേക്ക് മാറ്റണം, because 176 കിലോ ജൂളിലാണ്, അതുകൊണ്ട് ഞാൻ അതിനെ ഡിവൈഡ് ചെയ്തു. into temperature. Temperature നമുക്ക് തന്നിരിക്കുന്നത് 975 degrees Celsius ആണ്. So we can convert this temperature into Kelvin scale, that is 975 plus നമുക്ക് എത്ര വരും? 273 വരും. 975 plus 273 which is equal to 1248 Kelvin. So we have to multiply it with 1248 Kelvin. Okay. So then we will get 176 minus 8.314 divided by 1000 into 1248 and the right answer നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 165.63 kilojoule ആണ്. So we will get the answer 165.63 kilojoule. Option 3 is the right answer. So anyway the third ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നമുക്കൊരു അല്പം ന്യൂമറിക്കൽ ഉണ്ട്. ആ ന്യൂമറിക്കൽ കാൽക്കുലേഷനിലൂടെ നമുക്ക് ആൻസറിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. Now we move to the next question. Question number 4 ലേക്ക് നമ്മൾ വരികയാണ്. Question number 4 ലേക്ക് നമ്മൾ വരുമ്പോൾ an imaginary reaction X giving Y takes place in 3 steps. X giving A ഉണ്ട്, B giving A ഉണ്ട്, B giving Y ഉണ്ട്. And the corresponding delta H values നമുക്ക് തന്നിട്ടുണ്ട്. If Hess's law is applicable, then the heat of the reaction is dash എന്നാണ് ചോദ്യം. Hess's law applicable. എന്താണ് Hess's law പറയുന്നത്? If a reaction takes place in a single step or several step, ആ സന്ദർഭത്തിലാണ് നമ്മൾ Hess's law പറയുക, അല്ലെ? അപ്പം അവിടെ നമ്മൾ പറയുന്നത് സിംഗിൾ സ്റ്റെപ്പിലൂടെയുള്ള ആ റിയാക്ഷന്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് ടോട്ടൽ ബാക്കിയെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ Hess's law, അല്ലെ? നിങ്ങൾക്കറിയാം. സോ നമ്മൾ അതിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കറിയാം സിംഗിൾ സ്റ്റെപ്പിലൂടെ നടക്കുന്ന, അതായത് എക്സ് ഗിവിംഗ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഗിവിംഗ് വൈയുടെ ഡെൽറ്റ എച്ച് ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ ദേ ആർ ഗിവിംഗ് എക്സ് ഗിവിംഗ് എ നമുക്ക് തന്നിട്ടുണ്ട്, എക്സ് ഗിവിംഗ് എ. പിന്നെ നമുക്ക് തന്നേക്കുന്നത് ബി ഗിവിംഗ് എയുടെ ആണ്. പിന്നെ നമുക്ക് തന്നേക്കുന്നത് ബി ഗിവിംഗ് വൈ ആണ്. അപ്പൊ നമുക്ക് Hess's ലോയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സിംഗിൾ സ്റ്റെപ്പിലൂടെ നടക്കുന്നത് അതാണ് എക്സ് ഗിവിംഗ് വൈ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഗിവിംഗ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഡെൽറ്റ എച്ച് വാല്യൂ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. എക്സ് ഗിവിംഗ് എയുടേത് അവർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് -Q1 ആണ്. എ ഗിവിംഗ് ബി ആണ് നമുക്ക് വേണ്ടത്, കാരണം ഒരൊറ്റ ഡയറക്ഷനിൽ തന്നെ പോകണം. അപ്പൊ നോക്കിക്ക് എ ഗിവിംഗ് ബിയുടെ, ബി ഗിവിംഗ് എയുടെ നമുക്ക് തന്നിട്ടുണ്ട് -Q2 ആണ്. സോ എ ഗിവിംഗ് ബിയുടെ നമുക്ക് നേരെ തിരിച്ചാൽ മതിയാവും, അല്ലെ? സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു +Q2 ആണ്. ആൻഡ് ബി ഗിവിംഗ് വൈയുടേത് അത് അതുപോലെ തന്നെ നമുക്ക് എടുക്കാം, ഇറ്റ് വിൽ ബി -Q3. സോ വി ജസ്റ്റ് അപ്ലൈ എന്താണ് Hess's law. Hess's law അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ കറക്റ്റ് ഓർഡർ ഒന്ന് ആലോചിക്കുക. ഇവിടെ ബി ഗിവിംഗ് എ ആണ്, അപ്പൊ നമുക്ക് എ ഗിവിംഗ് ബി കണ്ടോ, എ ഗിവിംഗ് ബി, ബി ഗിവിംഗ് വൈ ആണ് നമുക്ക് വേണ്ടത്. നൗ വി ക്യാൻ കാൽക്കുലേറ്റ് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. So it will be equal to -Q1 plus Q2 minus Q3. ഈ ഒരു ടേം ഇതുമായിട്ട് ബന്ധപ്പെട്ട ടേം ഉണ്ടോ നമുക്ക് നോക്കാം. സോ Q2 minus Q3 minus Q1 എന്നുള്ള ഒരു ടേം കൂടെ ഉണ്ട്. ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ് നമുക്ക് വരിക. Q2 പോസിറ്റീവ് -Q3 - Q1. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. വി ആർ അപ്ലൈഡ് Hess's law. ചോദിക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് Hess's law ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുകളെല്ലാം തന്നെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം, കാരണം അതിന് വളരെ ചാൻസ് ഉണ്ട് Hess's lawയുടെ. ഇത് ഇപ്പോൾ Hess's law എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്, പലപ്പോഴും Hess's law എന്ന് മെൻഷൻ ചെയ്യാതെ നമ്മളോട് ചോദിക്കാറുണ്ട്. Now we come to fifth question. Pick out the wrong statement. Wrong statement ഏതെന്നാണ് ചോദ്യം. The standard free energy of formation of all element is 0. നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഓഫ് ഫോർമേഷൻ ഓഫ് ഓൾ എലമെന്റ് അതെന്താണ്, അത് 0 ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു.
റോങ് സ്റ്റേറ്റ്മെന്റ് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ആണ്, ഫോർ ഓൾ എലമെന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അത് കറക്റ്റ് റൈറ്റ് ആൻസറിലേക്ക് വരാം. എ പ്രോസസ് അക്കമ്പനീഡ് ബൈ ഡിക്രീസ് ഇൻ എൻട്രോപ്പി സ്പോണ്ടേനിയസ് അണ്ടർ സർട്ടൈൻ കണ്ടീഷൻ. സർട്ടൈൻ കണ്ടീഷൻ ആണ് പറഞ്ഞേക്കുന്നത്. പ്രോസസ് അക്കമ്പനീഡ് ബൈ ഡിക്രീസ് ഇൻ എൻട്രോപ്പി സ്പോണ്ടേനിയസ് അണ്ടർ സർട്ടൈൻ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ ചില കണ്ടീഷൻസിൽ അത് സ്പോണ്ടേനിയസ് ആണ്. ദ എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് അറ്റ് അബ്സല്യൂട്ട് സീറോ ഈസ് സീറോ. നമുക്കറിയാം. A process that leads to increase in free energy will be spontaneous. നമുക്കറിയാം decrease in free energy ആണ് spontaneity condition. So delta G should be എന്തായിരിക്കണം less than 0. This is a condition for spontaneity and this is wrong statement. Anyway, ഒരു 70% അധികം ആൾക്കാരും ഓപ്ഷൻ 4ലേക്ക് വന്നിട്ടുണ്ട്. റൈറ്റ് ആൻസർ ആണ്. Now we come to the next question, that is question number 6. നമ്മൾ സോളിഡ് സ്റ്റേറ്റിലേക്ക് വന്നിരിക്കുകയാണ്. സോളിഡ് സ്റ്റേറ്റിലെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ സോളിഡ് സ്റ്റേറ്റിന്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്ന പ്രധാനപ്പെട്ടാണ് 7 ക്രിസ്റ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. സോ 7 ക്രിസ്റ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനും ഡിഫറെന്റ് എഡ്ജ് ലെങ്ത്, ഡിഫറെന്റ് ആംഗിൾ, ഇതൊക്കെ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ എഡ്ജ് ലെങ്ത്, ആംഗിൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് വരുമ്പോൾ ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റം, 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. സോ വി ഹാവ് ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ടെട്രാഗണൽ ഉണ്ട്. വി ഹാവ് ടെട്രാഗണൽ, then we have orthorhombic, now we have a rhombohedral, and we have a hexagonal, and we have a monoclinic, and then we have a triclinic. These are the 7 crystal system. We have a cubic, we have a tetragonal, we have orthorhombic, we have a rhombohedral, and we have a triclinic. So these are the 7 crystal system. So when we consider the 7 crystal system, remember നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. For this crystal systems നമ്മൾ പറയും here A equal to B equal to C ആണ്. അതായത് എല്ലാ എഡ്ജ് ലെങ്തിലും ഈക്വൽ ആണ് ഈ കോളത്തിലുള്ളത്. അതായത് ക്യൂബിക്, റോംബോഹീഡ്രൽ ഇവർക്ക് അങ്ങനെയാണ്. ആൻഡ് ഫോർ ദിസ് ക്രിസ്റ്റൽ സിസ്റ്റം A giving B not equal to C ആണ്. ഏതെങ്കിലും 2 സൈഡുകൾ ഈക്വൽ ആണ്, മൂന്നാമത്തത് ഈക്വൽ അല്ല. ഇവിടെ നമ്മൾ പറയും A not equal to B not equal to C ആണ്. ഓക്കെ, സോ ദീസ് ആർ ദി എഡ്ജ് ലെങ്ത്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് മോണോക്ലിനിക്കിന്റെ ആണ്. ആൻഡ് മീൻ ഫോർ മോണോക്ലിനിക് A not equal to B not equal to C ആണ്. A not equal to B not equal to C ഉള്ള how many options are there? Maybe this will be the answer. A not equal to C and this will be the answer. Again നമുക്ക് വീണ്ടും കൺഫ്യൂഷൻ. 3 ഓപ്ഷൻസിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ഇതല്ലാന്ന് മാത്രം നമുക്ക് അറിയാൻ പറ്റും. Now we have the angles. ആംഗിൾസിലേക്ക് വരുമ്പോൾ ഫോർ ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക് ഈ 3 കൂട്ടർക്കും ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. റിമെമ്പർ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി for these three. And then I am coming to this corner, and this corner consists only rhombohedral, and here alpha equal to beta equal to gamma not equal to 90 degree, and I am coming to this corner for triclinic, and here alpha is not equal to beta is not equal to gamma is not equal to 90 degree. And നമുക്ക് നോക്കിക്കേ, അതായത് ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്കിനല്ല ആൽഫ, ബീറ്റ, ഗാമ 90 ആണ് ആംഗിൾസ്. ആൻഡ് ഫോർ റോംബോഹീഡ്രൽ ദിസ് ഈസ് ആംഗിൾ, ആൻഡ് ഫോർ ട്രൈക്ലിനിക് ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. സോ നമുക്കിവിടെ ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഓപ്ഷൻ നമുക്ക് കൺഫ്യൂഷൻ ആയി തോന്നുന്നു. ആൽഫ, ബീറ്റ, ഗാമ 90 ഡിഗ്രി വന്നു, അത് അല്ലാന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ആൻസർ ആവില്ല. ആൽഫ, ഗാമ 90 ഡിഗ്രി നോട്ട് ഈക്വൽ ടു ബീറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മളത് ഇവിടെ എഴുതിയിട്ടില്ല. ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ 90 ഡിഗ്രി അതുമല്ല. അപ്പോൾ പിന്നെ ആൻസർ ഏതായിരിക്കും? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. ഇവിടെ നമുക്ക് മോണോക്ലിനിക്കും ഹെക്സാഗണലും അറിയാൻ പാടില്ല എങ്കിലും, അതായത് ഇവരുടെ 2 പേരുടെ ആംഗിൾസ് നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ല. ഇവിടെ നമ്മൾ എഴുതിയത് ഈ 3 പേരുടെ എഴുതി, റോംബോഹീഡ്രലിന്റെ ഇവിടെ എഴുതി, ട്രൈക്ലിനിക്കിന്റെ ഇവിടെ എഴുതി. ഒരു ട്രിക്കായിട്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഹെക്സാഗണലിന്റെ മോണോക്ലിനിക്കിനെ നമുക്ക് അറിയാൻ പാടില്ല എങ്കിലും നമുക്ക് ഇവിടെ ആൻസർ ആയി എന്നുള്ളതാണ്. ബട്ട് ദ റൈറ്റ് ആൻസറിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. ഫോർ ഹെക്സാഗണൽ നമുക്കറിയാം ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് ഗാമ ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി ആണ്. അതേതായാലും അല്ല ഇവിടെ കൊടുത്തിരിക്കുക. ഫോർ മോണോക്ലിനിക് നമുക്കറിയാം ആൽഫ ഈസ് ഈക്വൽ ടു ഗാമ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ബീറ്റ ഈസ് നോട്ട് ഈക്വൽ ടു എന്താണ്? ഇവിടെ 90 ഡിഗ്രിയാണ്. Now the right answer we come to, that is option 3 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു, നമ്മൾ വളരെ ഈസി ആയിട്ട് അത് ചെയ്തു. പക്ഷേ ഈ ഒരു ടേബിൾ നമ്മൾ അറിഞ്ഞിരിക്കുക ഫോർ കാൽക്കുലേറ്റിംഗ് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് നമ്മൾ വരുന്നു. The numbers of tetrahedral and octahedral holes in a hexagonal primitive unit cell are. So number of tetrahedral and octahedral holes ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. നമുക്കറിയാം 20-20 relation ആണ്. We have a 20-20 relation. That is number of tetrahedral void is equal to 2 into number of octahedral void.
So 20-20 relation. So you remember this 20-20 relation. Tetrahedral void is equal to 2 into octahedral void. So now how many octahedral voids are there? Octahedral voids in that is number of octahedral void will be equal to effective number of atoms. Will be equal to effective number of atoms. Remember, number of octahedral void equal to effective number of atoms. Okay. For hexagonal close bracket structure, for HCP, namakariam Z is equal to 6 on. So Z is 6 on. That is effective number of atoms 6 on. Then how many octahedral void will be there? Octahedral void is equal to 6. Tetrahedral void is equal to, it will be equal to 2 into 6, which is equal to 12. So namakku right answer edu varum? Tetrahedral void 12, octahedral hole 6. 12 and 6 corresponding right answer varana first tetrahedral, then octahedral. 12 and 6, the right answer is option 4. Option 4 is the right answer. Now we come to 8th question. So when we come to 8th question, a compound formed by element X and Y crystallizes in a cubic structure in which the X atoms are at the corner of a cube and Y atoms are at the face center. The formula of the compound is dash. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുകൾ നമുക്കറിയാം ക്രിസ്റ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് കോർണറിൽ ഇരിക്കുന്നു, ഫേസിന്റെ സെന്ററിൽ ഇരിക്കുന്നു, ബോഡി ഡയഗണലിൽ ഇരിക്കുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് സാധാരണ ചോദിക്കാറുണ്ട്. ആൻഡ് ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുമ്പോൾ എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം ഏതൊക്കെ ആൾക്കാർ എവിടെയൊക്കെ ഇരിക്കുന്നു, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എക്സ് വൈ കൊണ്ടാണ് കോമ്പൗണ്ട് ഉണ്ടായേക്കുന്നത്, ക്യൂബിക് സ്ട്രക്ചർ ആണ്. എക്സ് ആറ്റംസ് ആർ അറ്റ് ദി കോർണർ. സോ നമ്പർ ഓഫ് എക്സ് ആറ്റം എത്ര വരും? ഹൗ മെനി കോർണേഴ്സ് ആർ ദെയർ ഫോർ എ ക്യൂബ്? For a cube 8 corners. So 8 into 1 by 8, which is equal to 1. So how many x is there? X is there. And now the next one, y atoms are at the face center. Remember, y atoms are at the face center. So number of y atom, how many faces are there? 6 faces. Each faces 1/2 sharing. Yes, 1/2 sharing. 1/2 sharing varumbo 3 varum, and we have a y3. So the right answer is XY3. Option 1 is the correct answer. നമുക്ക് എനിക്ക് തോന്നുന്നു കുറേ കുട്ടികൾ അത് ശരിയാക്കിയിട്ടുണ്ട് XY3 എന്നുള്ളത്. കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തെറ്റിച്ചവരൊക്കെ ഇത്തരം ക്വസ്റ്റ്യൻസുകളൊന്ന് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്കത് ക്യാച്ചപ്പ് ആവാനായിട്ട് പറ്റും. Now we come to the next question. Question number 9ലേക്ക് നമ്മൾ പോകുന്നു. The fraction of volume occupied by atoms in a body centered cubic unit cell. ബോഡി സെന്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ് ചോദ്യം. ആൻഡ് ഫ്രാക്ഷൻ ഓഫ് വോളിയം ഒക്കുപ്പൈഡ് നമ്മൾ ഈ ഒരു ബോഡി സെന്റേഡ് മാത്രമല്ല സിമ്പിൾ ക്യൂബിക്കും ഫേസ് സെന്റേഡും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഫോർ സിമ്പിൾ ക്യൂബിക്ക് നമുക്കറിയാം 52% ആണ്. ഫോർ ബോഡി സെന്റേഡ് ക്യൂബിക്ക് നമുക്ക് 68% ആണ്. ഫോർ ഫേസ് സെന്റേഡ് ക്യൂബിക്ക് പെർസെന്റേജിൽ വരുമ്പോൾ 74 ആണ്. ഇവിടെ നമ്മൾ ഫ്രാക്ഷൻ ഓഫ് വോളിയം ഒക്കുപ്പൈഡ് ബൈ ആണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഫോർ BCC 0.68. ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ് നമുക്ക് വരിക. അപ്പോൾ ആ ഒരു ഫ്രാക്ഷൻ പെർസെന്റേജും ഈ കാര്യങ്ങളും ഒക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാം. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് NCERT ചെയ്ത് വെച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ആ കാൽക്കുലേഷൻസുകൾ മെമ്മറൈസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ആൻസർ മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പം. കാരണം ഇതിനൊക്കെ നമുക്ക് സെക്കൻഡുകൾ മതി ആൻസർ കണ്ടുപിടിക്കാനായിട്ട്, അല്ലെ? സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് ഓപ്ഷൻ 3ലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഫോർ ബോഡി സെന്റേഡ്, ഫേസ് സെന്റേഡ് ആണെങ്കിൽ 0.74 എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നൗ വി കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. An element having an atomic radius of 0.14 nanometer crystallizes in an FCC unit cell. What is the length of a side of this cell? Length of a side കണ്ടുപിടിക്കാനാണ് ചോദ്യം. നാനോമീറ്റർ ആണ് ആൻസർ, നാനോമീറ്ററിലാണ് കൊടുത്തേക്കണേ. അപ്പൊ നമുക്ക് യൂണിറ്റ് പ്രശ്നമില്ല. റിമെമ്പർ, യൂണിറ്റ്സ് ആർ ഡോഗ്സ് ആൻഡ് ബിവെയർ ഓഫ് ഡോഗ്സ്. അപ്പൊ യൂണിറ്റ് ഇവിടെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം നമുക്ക് തന്നിട്ടുള്ള അതേ യൂണിറ്റ് തന്നെയാണ് ആൻസറും പറഞ്ഞേക്കണം, അല്ലെ? പക്ഷെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഡേറ്റ ഏതാന്ന് നോക്കാം. ആൻ എലമെന്റ് ഹാവിംഗ് അറ്റോമിക് റേഡിയസ് 0.14 നാനോമീറ്റർ. അപ്പൊ റേഡിയസ് തന്നിട്ടുണ്ട് 0.14 നാനോമീറ്റർ ആണ് റേഡിയസ്. ക്രിസ്റ്റലൈസസ് ഇൻ FCC യൂണിറ്റ് സെൽ. അപ്പൊ FCC യൂണിറ്റ് സെല്ലിലാണ്. അങ്ങനെയാണെങ്കിൽ എഡ്ജ് ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഫോർ FCC നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണ്? റേഡിയസ് ഈസ് ഈക്വൽ ടു എന്താണ്? A/2√2. അല്ലെങ്കിൽ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0.3535. അതോർത്താലും മതി. R ഈസ് ഈക്വൽ ടു 0.3535. ദിസ് ഈസ് ഫോർ FCC. അറ്റ് ദ സെയിം ടൈം നമ്മളൊക്കെ FCC ആ ചോദിച്ചേക്കണം. എന്നിരുന്നാലും BCC ആണ് ക്വസ്റ്റൻ എങ്കിൽ നമുക്ക് എന്താണ് ഇക്വേഷൻ? R ഈസ് ഈക്വൽ ടു റേഡിയസ് ഈസ് ഈക്വൽ ടു √3a/4. സോ A is edge length. So this is the relationship between edge length and radius. അപ്പോൾ for BCC this is the relation. So therefore നമുക്ക് R is equal ഇവിടെ എത്ര എഴുതാൻ അറിയാമോ? 0.433 എന്ന് എഴുതാം. So now they are asking about this one.
So they are asking A, they are given R, therefore A is equal to നമുക്ക് എന്ത് വരും R divided by 0.3535 and here നമുക്ക് radius വന്നിരിക്കുന്നത് 0.14 ആണ് divided by 0.3535 and it will be equal to 0.396 numerically equal to 0.4 not 4 0.4 and the right answer is option 4 ആണ് വരിക 0.4 option 4 is the correct answer. Okay, now we can move to the next question number 11, that is the heat evolved in chemsorption lies in the range surface chemistry ആണ് direct question ആണ് direct theory ആണ്. So we have two columns, physics option chemsorption column NCERT കണ്ടിട്ടുണ്ടാവും. അവിടെ നമ്മളോട് heat release രണ്ടിടത്തും തന്നിട്ടുണ്ട്. അതിൽ physics optionലെ heat releasing ഉണ്ട്, chemsorptionലെ heat releasing ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് chemsorptionലെ the heat evolved എത്രയാണ് എന്നാണ് നമ്മളുടെ ചോദ്യം. And we know for chemsorption it is 80 to 240 ആണ്. For chemsorption it is 80 to 240 and do you know what is for physics option? For physics option NCERT പറയുന്നു it is 20 to 40 for physics option, 20 to 40 kilojoule per mole, and here the right answer is option 1. This is for chemsorption. Okay, simple question ആണ്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് കുട്ടികൾ അത് ശരിയാക്കിയിട്ടുണ്ട്, റൈറ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പം നിങ്ങളത് നന്നായിട്ട് കീപ്പ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ അത് വായിക്കുക, മനസ്സിലാക്കുക. നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. 11th ക്വസ്റ്റ്യൻ, നമുക്ക് 12th ക്വസ്റ്റിലേക്ക് പോകാം. സോ വെൻ വി കം ടു ദ 12th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹോമോജീനിയസ് കറ്റാലിസിസ്? ഹോമോജീനിയസ് കറ്റാലിസിസ് അതായത് റിയാക്റ്റന്റ് അതുപോലെ തന്നെ കാറ്റലിസ്റ്റ് ഒരേ ഫേസിൽ വരിക, that is what is called homogeneous. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഹേബർ പ്രോസസ് ഫോർ ദി സിന്തസിസ് ഓഫ് അമോണിയ N2 + 3H2 giving 2NH3, ഫേമസ് റിയാക്ഷൻ ആണ്. ഫ്രം ദ ബിഗിനിങ് ബേസിക് കോൺസെപ്റ്റ് തൊട്ട് കേൾക്കുന്ന റിയാക്ഷൻ ആണ് അല്ലെ. സോ അവിടെ നമുക്കറിയാം ഉപയോഗിക്കുന്നത് ഏതാണ്? അയൺ ഓക്സൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കുക. നമുക്കറിയാം അയൺ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് ഹോമോജീനിയസ് ആണോ? സെയിം ഫേസിലാണ്. നൈട്രജൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്, കണ്ടോ? അപ്പം നമുക്ക് സെയിം ഫേസിലല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഹോമോജീനിയസ്. അപ്പോൾ ഹോമോജീനിയസ് കറ്റാലിസിസ് അല്ല നമുക്കറിയാം. ദറ്റ് ഈസ് N2 + 3H2 gives 2NH3 and we know here we are using iron oxide as catalyst. Homogeneous alla. Catalytic conversion of sulfur dioxide to sulfur dioxide +2 p block നമ്മൾ പഠിക്കുന്നതാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള റിയാക്ഷൻ, കോണ്ടാക്റ്റീവ് പ്രോസസ്, ദ കിങ് ഓഫ് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ അല്ലെ. അവിടെ നമ്മൾ പറയുന്നത് ഏതാണ്? വി ആർ യൂസിങ് വനേഡിയം പെന്റോക്സൈഡ് ആസ് കാറ്റലിസ്റ്റ്. എനിവേ നമുക്കറിയാം ഗേഷ്യസ് സബ്സ്റ്റൻസും സോളിഡും ഒക്കെ നമുക്കുണ്ട്. സോ നമുക്ക് ഹോമോജീനിയസ് അല്ല. നോ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ഓഫ് ഓയിൽസ്, catalytic hydrogenation of oils in the presence of nickel, palladium, platinum. അപ്പോൾ അതും ആൻസർ അല്ല. സോ ദ റൈറ്റ് ആൻസർ ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് മീഥൈൽ അസറ്റേറ്റ് ആണ്. ആസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് മീഥൈൽ അസറ്റേറ്റ് നമുക്കറിയാം CH3COCH3 when undergo acidic hydrolysis in the presence of HCl, liquid എല്ലാ ലിക്വിഡ് ആണ്. we will get നമുക്ക് എന്ത് കിട്ടും? we will get CH3COH and CH3OH നമുക്ക് കിട്ടും. yes, so the right answer is option 4 ആണ്. it is a homogeneous catalysis. സെയിം ഫേസിൽ വരിക, റിയാക്റ്റന്റും അതുപോലെ തന്നെ നമ്മുടെ കാറ്റലിസ്റ്റും ഒക്കെ ഒരേ ഫേസിലേക്ക് വന്നു. now we come to the question number 13. which property of colloidal solution is independent of charge on the colloidal particle? ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏതാണ്? ഇതിനകത്ത് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യാതെ വരിക? that is electrophoresis. we know depend upon the charge on the colloidal particle. Electroosmosis, Tyndall effect and coagulation. Tyndall effect is an optical property. yes, the right answer is option 3. option 3 ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരിക. എനിക്കൊരു കുറെ പേര് അത് ശരിയാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ കറക്റ്റ് ആൻസർ ആണ്. കുറെ പേര് ഓപ്ഷൻ 3 എന്ന് ടൈപ്പ് ചെയ്യാണ്. Tyndall effect is the right answer. കാരണം Tyndall effectലേക്ക് വരുമ്പോൾ നമുക്കറിയാം അതായത് ഒരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ്. Now it does not depend upon the charge on the colloidal particle. So the right answer option 3 ആണ് വരിക. Now we move to question number 14. ഇവിടെ ഒരു ഹിന്റ് ഉണ്ട്. അതായത് നമ്മൾ ഗോൾഡ് നമ്പർ ഫോർ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് നമുക്ക് തന്നേക്കുകയാണ്. ദ പ്രൊട്ടക്റ്റീവ് പവേഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. പ്രൊട്ടക്റ്റീവ് പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഗോൾഡ് നമ്പർ. ഞാനൊരു ക്ലൂ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് റൈറ്റ് ആൻസറിലേക്ക് പോകാം. ക്ലൂ പറഞ്ഞിരിക്കുന്നു, പ്രൊട്ടക്റ്റീവ് പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു protective power. Simply protective power is inversely proportional to gold number. Now we can say the right answer ഏതായിരിക്കും നമുക്ക് പറയാം. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ഗോൾഡ് നമ്പർ കൂടുതലുള്ളതിന് പ്രൊട്ടക്റ്റീവ് പവർ കുറവാണ്, ഗോൾഡ് നമ്പർ കുറവുള്ളതിനാണ് പ്രൊട്ടക്റ്റീവ് പവർ കൂടുതൽ. ഗോൾഡ് നമ്പർ ഏറ്റവും കുറവ് ബിക്കാണ്, ബിക്കായിരിക്കണം ഏറ്റവും കൂടുതൽ. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. ബിക്ക് ഏറ്റവും കൂടുതൽ ഒറ്റ ഓപ്ഷൻ. അപ്പൊ നമ്മൾ മുഴുവനൊന്നും ചെയ്യണ്ട, ഈ ഒരു ഒറ്റ കാര്യം അറിയാം. നമ്മൾ നോക്കുക, ബിക്കാണ് അവിടെ ഏറ്റവും കുറവ്, ബിക്ക് ഏറ്റവും കൂടുതലുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. പിന്നെ വന്നിരിക്കുന്നത് എ ആണ്, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2ലേക്ക് വന്നു. നൗ വി മൂവ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വരും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കാറ്റലിസ്റ്റും അതിന്റെ പ്രോസസ്സുമാണ്.
കാറ്റലിസ്റ്റ് പല ചാപ്റ്ററുകളിൽ നമ്മൾ കാണുന്നുണ്ട്, സർഫസ് കെമിസ്ട്രിയിലും ഉണ്ട്. കാറ്റലിസ്റ്റും അതിന്റെ കറസ്പോണ്ടിങ് പ്രോസസ്സുമാണ് നമ്മൾ എടുത്തേക്കുക. നമുക്കറിയാം ആദ്യത്തെ പ്രോസസ്സ് ഇവിടെ തന്നിരിക്കുന്ന വാക്കേഴ്സ് പ്രോസസ്സാണ്. അവിടെ നമുക്കറിയാം ആൽക്കീൻസ്, ടെർമിനൽ ആൽക്കീൻസ് ആൽഡിഹൈഡിലേക്ക് മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലും ഒക്കെ എൻവയോൺമെന്റൽ കെമിസ്ട്രി വരെ നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇവിടെ വാക്കേഴ്സ് പ്രോസസ്സിലേക്ക് നമുക്ക് വാക്കേഴ്സ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഏത് കാറ്റലിസ്റ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നും, സീഗ്ലർ-നാറ്റ പോളിമറൈസേഷൻ നമ്മൾ പോളിമർ കെമിസ്ട്രിയിൽ പറയുന്നുണ്ട്. കോണ്ടാക്ട് പ്രോസസ്സ് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഡീകൺസ് പ്രോസസ്സ് ക്ലോറിന്റെ HCl എന്നുള്ള പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് നമ്മൾ +2 P ബ്ലോക്കിൽ പഠിക്കുന്നതാണ്. CuCl2 ആണല്ലേ, 4C ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് C4 ഉള്ള ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ C4 ഉള്ള ഓപ്ഷൻസ് ആണ് കൂടുതൽ. നമുക്ക് ഈ ഓപ്ഷൻസിലൂടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ A2 പറഞ്ഞിരിക്കുന്നു, A3 ആണ്, A3 A2. അപ്പൊ A വെച്ച് നമുക്ക് ആൻസർ പറയാൻ പറ്റൂല. D വെച്ച് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ D1 ആണോ അതോ D4 ആണോ 3 ആണോ നോക്കാം. ഡി എന്ന് പറയുന്നത് V2O5 ആണ്, വനേഡിയം പെന്റോക്സൈഡ്. വനേഡിയം പെന്റോക്സൈഡ് ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാം, അതായത് കോണ്ടാക്ട് പ്രോസസ്സിലാണ്. സോ D3 ആവണം. സോ ദ റൈറ്റ് ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏതാണ് വരിക? ഓപ്ഷൻ 4 ആണ് വരിക അല്ലെ. 15th ക്വസ്റ്റ്യൻ ഓപ്ഷൻ 4 ആണ് വരിക. ദാറ്റ് ഈസ് നമുക്ക് ഈ ഒരൊറ്റ കാര്യം രണ്ടുപേരും നമുക്കറിയാം. ഇതിന് നിങ്ങൾക്ക് അറിയാവുന്ന ഏതാണോ അത് വെച്ച് നമുക്ക് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. സോ എ എന്ന് പറയുന്നത് 2 ആണ്, ദാറ്റ് ഈസ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ്, ട്രൈഇഥൈൽ അലുമിനിയം ആൻഡ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ്, ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് സീഗ്ലർ-നാറ്റ പോളിമറൈസേഷൻ, പോളിമർ കെമിസ്ട്രി പറയുന്നതാണ്. പല്ലേഡിയം ക്ലോറൈഡ് നമുക്കറിയാം അതെന്താണ്, വക്കേഴ്സ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നു. CuCl2 V2O5 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് വി ഗോട്ട് ദി ആൻസർ. ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. 3 ചാപ്റ്ററുകളാണ്, 15 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷേ ഡിഫറെന്റ് ഏരിയകളാണ് നമ്മൾ എടുത്തത്. ആൻഡ് റിമെമ്പർ, നമ്മൾ കീമിലേക്ക് പോകുമ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസുകൾ, NCERT-യിലുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ബ്രില്യൻറ്റിൽ ഇഷ്ടം പോലെ ഈ ഒരു സെഷനിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഒരു ഓരോ മണിക്കൂറും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എല്ലാ ദിവസവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതേപോലത്തെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരിക. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എനിവേ നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.